ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാതാപസമ്പച്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലതോ നിഷ്പദന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുസ്വാഗതം, സുപ്രഭാതം, ശുഭദിനം. ഭജഗോവിന്ദം ഇന്നേക്ക് 8-ാം ദിവസം തുടരുകയാണ്. ഇന്നലെ വരെ നമ്മൾ 14ഓളം ശ്ലോകങ്ങളാണ് കണ്ടത്. അപ്പോൾ ഇന്ന് 20 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. എന്നിട്ട് ഓരോന്നായി കാണാം. ആദ്യത്തെ പല്ലവി എന്നും പാടി ഇന്നിപ്പോൾ 13 തൊട്ട് 20 വരെ 8 ശ്ലോകങ്ങൾ. 13 to 20. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്യകരണേ. 13ാമത്തെ ശ്ലോകം. കാത്തേ കാന്താ ധനഗദ ചിന്ത വാതുല കിം തവ നാസ്തി നിയന്ത ത്രിജഗതി സജ്ജന സംഗതിരേക ഭവതി ഭവാർണവതരണേ മൂക. ജടിലോ മുണ്ഡീലുംജിതകേശഃ കാഷായാംബര ബഹുകൃതവേഷഃ പശ്യന്നപി ച ന പശ്യതി മൂഢഃ ഉദരനിമിത്തം ബഹുകൃതവേഷഃ. അംഗം ഗളിതം ഫലിതം മുണ്ഡം ദശനവിഹീനം ജാതം തുണ്ഡം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപി ന മുഞ്ചത്യാശാപിണ്ഡം. അഗ്രേ വഹ്നിഃ പൃഷ്ഠേ ഭാനുഃ രാത്രൗ ചിബുക സമർപ്പിത ജാനുഃ കരതലഭിക്ഷസ്തരുതലവാസഃ തദപി ന മുഞ്ചത്യാശാപാശഃ. കുരുതേ ഗംഗാസാഗരഗമനം വ്രതപരിപാലനമഥവാദാനം ജ്ഞാനവിഹീനഃ സർവമതേന മുക്തിം ഭജതി ന ജന്മശതേന. സുരമന്ദിരതരുമൂലനിവാസഃ ശയ്യാഭൂതലമജിനം വാസഃ സർവപരിഗ്രഹഭോഗത്യാഗഃ
കസ്യ സുഖം ന കരോതി വിരാഗഃ യോഗരതോ വാ ഭോഗരതോ വാ സംഗരതോ വാ സംഗവിഹീനഃ യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ. ഭഗവദ്ഗീത കിഞ്ചിദീത ഗംഗാജലലവ കണികാപീത സകൃതഭിയേന മുരാരി സമർച്ച ക്രിയതേ തസ്യ യമേന ന ചർച്ച. ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്ഞകരണേ. ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. അപ്പോൾ ആദ്യത്തെ 12 ശ്ലോകങ്ങൾ ആദിശങ്കര ഭഗവത്പാദ കൃതങ്ങളായ ദ്വാദശ മഞ്ചരിക സ്തോത്രം എന്നതിനെ പറഞ്ഞു. അതിഗംഭീരങ്ങളായിരുന്നു. നമ്മൾ അതിൻ്റെ അർത്ഥമൊക്കെ സാമാന്യം കണ്ടു. അതിനുശേഷം ശിഷ്യഗണങ്ങൾ 14 പേര് കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാശി യാത്രയിൽ. അവർ രചിച്ചതായിട്ടുള്ള ഓരോരോ ശ്ലോകങ്ങളാണ് ഇനി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നലെ നമ്മൾ കണ്ടത് കാതേ കാന്ത ധനഗത ചിന്ത വാതുലകിം തവ നാസ്തി നിയന്ത ത്രിജഗതി സജ്ജന സംഗതിരേഖ ഭവതി ഭവാർണവതരണേ നൗക. നിന്റെ കാന്താ ചിന്തയും ധനത്തിലുള്ള ചിന്തയും എന്താ ഇത്? നിന്റെ ജീവിതം ഭാര്യയ്ക്കും ധനത്തിനും വേണ്ടി അല്ലെങ്കിൽ കാമിനി കാഞ്ചനങ്ങൾക്ക് വേണ്ടി മാത്രം സമർപ്പിതമാണോ? നീ നിനക്ക് വേണ്ടി ജീവിക്കുന്നില്ലേ എന്നാണ് ഉള്ള ചോദ്യം. നിനക്ക് നിയന്താവാരുമില്ലേ? നീ എന്താ ഇങ്ങനെ എല്ലാ ശാസ്ത്രങ്ങളെയും ലംഘിച്ചുകൊണ്ട് തോന്നിയവാസിയായി ജീവിക്കുന്നത്? വാതുല, ഭ്രാന്ത എന്നാ വിളിച്ചത്. ഇങ്ങനെ ഭ്രമം പിടിച്ച് ഭ്രാന്തനെ പോലെ അലയുന്നുണ്ടല്ലോ നീ. തവ നിയന്ത നാസ്തിക്കും. നിനക്ക് ഈ സംസാര സാഗരത്തെ തരണം ചെയ്യണമെങ്കിൽ അതിന് ഒരൊറ്റ നൗകയേ ഉള്ളൂ, ഒരു കപ്പലേ ഉള്ളൂ. അത് ഈ 3 ലോകത്തും ആകെയുള്ള കപ്പൽ. സജ്ജന സംഗതിഹി ഏകാ നൗക. ഒരൊറ്റ വണ്ടിയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരൊറ്റ കപ്പലേ ഉള്ളൂ ഈ സംസാര സാഗരത്തെ തരണം ചെയ്യുവാനായിക്കൊണ്ട്. അതുകൊണ്ട് വേഗം നീ അതിനുള്ള വഴി നോക്ക്. സംസാരികളായി ജീവിതം പാഴാക്കിക്കളയാനുള്ളതല്ല, ധന്യമാക്കാനുള്ളതാണ്. നമ്മുടെ പുരാണങ്ങളിൽ ഭാഗവതത്തിലൊക്കെ നാരദന്റെ പൂർവകഥ പോലും നാരദൻ പറയുന്നുണ്ട്. ഞാൻ ഭാഗവത പ്രഥമ സ്കന്ധത്തിൽ വ്യാസ നാരദ സംവാദം എന്ന് പറയുന്നതായിട്ടുള്ള ഭാഗത്ത് ഭാഗവതം രചിക്കാനായിക്കൊണ്ട് വ്യാസനെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള നാരദൻ പറയുന്നു, അങ്ങനെ ഭാഗവതം രചിക്കുകയാണെങ്കിൽ അത് ലോകത്തിന് മുഴുവൻ ഒരു സത്സംഗത്തിനുള്ള ഉപാധിയാവും. നമ്മളിന്ന് കാണുന്നില്ലേ, എത്രയാ ലോകത്ത് എല്ലായിടത്തും ഭാഗവത സപ്താഹങ്ങളും ഭാഗവത ക്ലാസ്സുകളും ഭാഗവത വിചാരങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പം അന്ന് വ്യാസൻ അത് രചിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ജനങ്ങൾക്ക് കഥ പറയാനുണ്ടാവുമോ? എന്തെല്ലാം വൈകല്യങ്ങൾ വന്നിട്ടുണ്ടാവും കഥകൾക്കൊക്കെ. ഒക്കെ മാറിപ്പോയിട്ടുണ്ടാവില്ലേ? നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ സ്വാർത്ഥരായിട്ടുള്ള സമൂഹത്തെക്കുറിച്ച് നമുക്കറിയൂടെ? 100 കൊല്ലം മുമ്പിലത്തെ ചരിത്രത്തെ പോലും മാറ്റിമറിക്കുന്ന ആളുകളല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. ചരിത്രത്തിൽ അനുഭവസ്ഥരായ ആളുകൾ ജീവിച്ചിരിക്കെ തന്നെ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന സ്വാർത്ഥ തൽപരരായിട്ടുള്ള ദുഷ്ട ജന്തുക്കളുള്ള ഈ ലോകത്ത് 5000 വർഷം മുമ്പും
10,000 വർഷം മുമ്പും അല്ലെങ്കിൽ കാലാതീതമായിരിക്കുന്ന കാലത്തുമൊക്കെ നടന്ന പുരാണ കഥകളൊക്കെ എങ്ങനെ നിലനിൽക്കും? ഒരിക്കലും നിലനിൽക്കുമായിരുന്നില്ല വ്യാസൻ പുരാണങ്ങൾ എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ. അപ്പോൾ ആ വ്യാസനെ ഈ ഭാഗവതം മുതലായ പുരാണങ്ങൾ എഴുതാൻ പ്രേരിപ്പിച്ച നാരദൻ സ്വന്തം അനുഭവകഥ പറയുന്നുണ്ട്. ഞാൻ വെറും ഒരു ദാസി സ്ത്രീയുടെ പുത്രനായി ഒരു ഗ്രാമത്തിൽ കഴിയുന്ന കാലത്ത് അവിടെ ആ ഗ്രാമത്തിൽ കുറെ മഹാത്മാക്കൾ വന്ന് ചാതുർമാസ്യ വ്രതത്തിനായി കൊണ്ട് താമസിച്ചപ്പോൾ ഞാൻ ദാസി സ്ത്രീയുടെ പുത്രനായതുകൊണ്ട് എനിക്കും അവിടെ ചില ഉത്തരവാദിത്വങ്ങൾ എന്നെ ഏൽപ്പിച്ചു. ആ മഹാത്മാക്കൾക്ക് വേണ്ടതായിട്ടുള്ള സേവ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനായി. അതുകൊണ്ട് നിവൃത്തിയില്ലാതെ ഞാൻ അവിടെ കുടുങ്ങിപ്പോയതാ. പക്ഷേ ആ 4 മാസം ആ മഹാത്മാക്കളുടെ കൂടെ കഴിഞ്ഞപ്പോഴേക്കും എന്നിലുണ്ടായ മാറ്റം അത് നാരദൻ തന്നെ വർണ്ണിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ അമ്മയും ലോകമൊന്നും വേണമെന്നുണ്ടായിരുന്നില്ല. അവരുടെ കൂടെ തന്നെ പോവാനാ തോന്നിയത്. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട്, അമ്മയുടെ ഭർത്താവ് നേരത്തെ മരിച്ചിരുന്നു, ഞാൻ ഏകപുത്രൻ മാത്രമായിരുന്നു. അതുകൊണ്ട് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് വേണ്ടി നിന്നു. പക്ഷെ പിന്നീട് അമ്മയെ പാമ്പ് കടിച്ച് മരിച്ചപ്പോൾ ഞാൻ സന്തോഷിച്ചു, അനുഗ്രഹമെന്ന് കരുതി. അങ്ങനെ ഞാൻ ആ മഹർഷിമാർ ഉപദേശിച്ച പ്രകാരം കാട്ടിൽ ചെന്ന് ഭഗവാനെ ധ്യാനിച്ചതും തപസ് ചെയ്തതുമായിട്ടുള്ള കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സത്സംഗം വെറുമൊരു പ്രാകൃതനായൊരു 5-6 വയസ്സ് ബാലനായിരുന്ന ഒരു ഗ്രാമീണ പ്രാകൃത ശിശുവായിരുന്ന എന്നെ ഈ ഇന്നത്തെ ഈ അവസ്ഥയിലേക്കുള്ള നാരദ മഹർഷിയിലേക്ക് ആക്കിയത് ഞാൻ ജന്മാന്തരത്തിൽ ചെയ്തതായിട്ടുള്ള ആ ഒരു സത്സംഗമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സത്സംഗത്തിൻ്റെ മഹത്വം തന്നെയാണ് നമ്മൾ ഇന്നലെ ഓർമ്മിപ്പിച്ചത്. രത്നാകരൻ സപ്തർഷികളെ കണ്ട് രാമനാമത്തിൻ്റെ മഹിമ കൊണ്ട് പിന്നെ വാത്മീകി മഹർഷിയായി മാറിയതും, അതുപോലെ പ്രഹ്ലാദൻ, ധ്രുവൻ മുതലായിട്ടുള്ളവരുടെ കഥകളൊക്കെ ഭാഗവതത്തിൽ നമ്മൾക്ക് കാണാം. അങ്ങനെ എത്ര 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 കഥകൾ സത്സംഗത്തിൻ്റെ മഹാത്മ്യം. അപ്പോൾ 3 ലോകത്തും ഏറ്റവും വലിയ ആശ്രയിക്കാവുന്ന തോണിയാണ്, കപ്പലാണ്. നമ്മളെ മുക്കില്ല, വഴിയിൽ ഉപേക്ഷിക്കില്ല, ഒരു തിരമാലകൾക്കും നമ്മളെ വിട്ടുകൊടുക്കില്ല, നല്ല സേഫായിട്ട് നമ്മളെ മറുകര ചേർക്കുന്ന നൗകയാണ് സജ്ജന സംഗതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ബാക്കിയുള്ള ലൗകിക കാര്യങ്ങളിലുള്ളതായിട്ടുള്ള ഭ്രമം വെടിയും, ഭ്രാന്ത, വാതുല എന്ന് പറഞ്ഞ് ആചാര്യ ഭഗവത് പാദരുടെ കൂടെയുള്ള പത്മപാദർ ചൊല്ലിയതാണത് എന്ന് പറയുന്നു. അടുത്ത ശ്ലോകം നോക്കാം. തോടകാചാര്യർ ചൊല്ലിയതായിട്ടുള്ള ശ്ലോകമാണെന്നാണ് അടുത്ത ശ്ലോകത്തെക്കുറിച്ച് പറയുന്നത്. ജടിലോ മുണ്ടീലുഞ്ചിതകേശഃ കാഷായാംബര ബഹുകൃതവേഷഃ പശ്യന്നപി ച ന പശ്യതി മൂഢഃ ഉദരനിമിത്തം ബഹുകൃതവേഷഃ. ജടിലോ മുണ്ടീലുഞ്ചിതകേശഃ കാഷായാംബര ബഹുകൃതവേഷഃ പശ്യന്നപി ച ന പശ്യതി മൂഢഃ ഉദരനിമിത്തം ബഹുകൃതവേഷഃ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇവിടെ തോടകാചാര്യർ പറയുന്നു, ആ കാലത്ത് തന്നെ ഇങ്ങനെയുള്ള വ്യാജന്മാരെ നിറയുണ്ട് എന്ന്. എല്ലാ കാലത്തും ഉണ്ടാവും വ്യാജന്മാര്, അല്ലേ? നമ്മള് രാമായണത്തില് ഒരു വ്യാജ സന്യാസിയെ കാണില്ലേ, രാവണൻ. അന്ന് തുടങ്ങിയതാണ്. അതുപോലെ തന്നെയാണ് ഇന്ദ്രൻ അഹല്യയെ പ്രാപിക്കാനായിക്കൊണ്ട് ഗൗതമ വേഷത്തിൽ വന്നില്ലേ. അപ്പൊ ഇങ്ങനെ പല വ്യാജവേഷധാരികൾ എല്ലാ കാലത്തും ഉണ്ട്. രാവണൻ സന്യാസി വേഷത്തിൽ വന്നാണ് സീതയെ തട്ടിക്കൊണ്ടുപോയത്. അപ്പോ ഇതിഹാസ പുരാണ കാലഘട്ടം തുടങ്ങി ഇങ്ങനെയുള്ള വ്യാജന്മാര് ഉണ്ട്. ആദിശങ്കര ഭഗവത് പാദരുടെ കാലത്തും തീർച്ചയായിട്ടും ധാരാളം ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ. പ്രത്യേകിച്ച് ബുദ്ധമതം വളരെയധികം
വ്യാപ്തി നേടിയിരുന്ന കാലത്താണ് ആചാര്യ ഭഗവത്പാദരുടെയൊക്കെ പ്രവർത്തനം. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ടവരും ജൈന വിഭാഗത്തിൽപ്പെട്ടവരും ഹൈന്ദവ സനാതന ധർമ്മികളായിട്ടുള്ള സന്യാസികളും ഏത് തീർത്ഥസ്ഥാനത്ത് ചെന്നാലും ഇഷ്ടംപോലെ കാണും. ഇവരാണെങ്കിൽ തീർത്ഥാടനം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്നവരുമാണ്. അതും പ്രത്യേകിച്ച് കാശി എന്ന് പറഞ്ഞാൽ തീർത്ഥാടന ഹബ്ബാണ്, കേന്ദ്രമാണ്. അടുത്തു തന്നെയാണ് ബുദ്ധഗയയും സാരനാഥും ഒക്കെ ഉള്ളത്. അപ്പോൾ ആ പ്രദേശത്തൊക്കെ ഇഷ്ടം പോലെ, അതുപോലെ അലഹബാദൊക്കെ ആണെങ്കിൽ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാനായി കൊണ്ടുവരുന്നതായിട്ടുള്ള സന്യാസികൾ, എല്ലാ പ്രകാരത്തിലുള്ളതായിട്ടുള്ള സന്യാസികളുടെ ധാരാളം ആധിക്യം ഉണ്ടായിരുന്നു. അപ്പോൾ പലരും വേഷം മാത്രമേ ഉള്ളൂ, എന്താണോ വേണ്ടത് അതില്ല എന്നർത്ഥം. സാരം നഷ്ടപ്പെട്ട് വേഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലത്തും ഈ കാലത്തും അത് വർദ്ധിച്ചിട്ടേ ഉള്ളൂ. എല്ലാ രംഗത്തും വ്യാജന്മാർ വന്നു. ഇപ്പൊ സന്യാസിമാര് മാത്രമല്ല, അല്ലേ? ഇപ്പോ ഏത് രംഗത്താണ് ച്യുതി ഇല്ലാത്തത്? നമ്മുടെ ബാല്യത്തിലെ അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്നതായിട്ടുള്ള അധ്യാപകരുടെ മൂല്യങ്ങളും അവരുടെ ഗുണങ്ങളും ഉണ്ടോ ഇന്നത്തെ അധ്യാപകർക്കും അതുപോലെയുള്ളവർക്കും? അന്നത്തെ വൈദ്യന്മാർക്കും ഡോക്ടർമാർക്കും ഉണ്ടായിരുന്നതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടോ ഇന്നത്തെ ഡോക്ടർമാർക്ക്? അന്നത്തെ സമൂഹത്തിലുണ്ടായിരുന്ന കൃഷിക്കാരാണെങ്കിലും ഏത് തൊഴിൽ എടുത്തിരുന്ന, കൈത്തൊഴിലുകൾ എടുത്തിരുന്ന ആളുകൾക്കും ഉണ്ടായിരുന്ന ആത്മാർത്ഥതയും നിഷ്കളങ്കതയും സത്യസന്ധതയും ഇന്ന് വല്ലവർക്കും ഉണ്ടോ? അപ്പൊ സമൂഹം മൊത്തത്തിൽ തന്നെ പൊല്യൂട്ടഡ് ആണ്, അല്ലെങ്കിൽ സ്വാർത്ഥരായി, വേഷം കെട്ടുകാരായി, ആത്മാർത്ഥതയില്ലാത്തവരായി, കാപ്പാട്ട വേഷധാരികളായിട്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ സൃഷ്ടി തന്നെയാണ് എന്താ പറയുക സന്യാസികളും. എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും പ്രസവിച്ച മക്കൾ തന്നെയല്ലേ സന്യാസിമാരും. അപ്പോൾ ഇന്നത്തെ ഗൃഹസ്ഥ ജീവിതം തന്നെ ആലോചിക്കുക. ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ളത് പണ്ടത്തെ ഭാര്യ ഭർത്താക്കന്മാരുടേതായിട്ടുള്ള ആ ഒരു സ്നേഹവും പവിത്രതയും പരസ്പര്യവും ത്യാഗബുദ്ധിയും ഒക്കെ ഉള്ളതാണോ ഇന്നത്തെ അച്ഛനമ്മമാര്? അപ്പൊ അന്നത്തെ നല്ല മൂല്യങ്ങൾ ഉണ്ടായിരുന്ന അച്ഛനമ്മമാര് പ്രസവിച്ച മക്കള് നല്ല സന്യാസിമാരായിട്ടുണ്ടാവും. ഇന്നത്തെ വ്യാജ അച്ഛനമ്മമാര്, അപ്പൊ അച്ഛനമ്മമാരിലും ഉണ്ട് വ്യാജൻ എന്ന് പറയുക, ഗൃഹസ്ഥാശ്രമികളിലുണ്ട് കൃത്രിമങ്ങള്, വ്യാജന്മാര്, പാതിവ്രത്യമില്ലാത്തവരും കൊള്ളരുതാത്തവരുമായിട്ടുള്ള മൂല്യങ്ങളില്ലാത്തതായിട്ടുള്ള ആളുകൾ. അപ്പൊ അവരുടെ മക്കളല്ലേ ഈ സന്യാസിമാരായിട്ടും വരുന്നത്. അപ്പോ ഈ ഗൃഹസ്ഥാശ്രമധർമ്മം ദുഷിച്ചാൽ ലോകം തന്നെ ദുഷിക്കും. അങ്ങനെ തന്നെയാണ് സന്യാസിമാരും ദുഷിച്ചിരിക്കണം. അല്ലാതെ സന്യാസിമാര് എന്ന് പറയുന്നവർ ആകാശത്തുനിന്ന് പൊട്ടി വീണവരൊന്നുമല്ല, അച്ഛനമ്മമാര് പ്രസവിച്ച മക്കളാ. അപ്പൊ എന്തുകൊണ്ട് അവർക്ക് ആ മൂല്യങ്ങളില്ല എന്നാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മമാർക്ക് എന്ത് മൂല്യം ഉണ്ടായിരുന്നോ അതേ മക്കൾക്കും കാണുള്ളൂ. ആ ഒരു സംസ്കാരം ആ പരമ്പരയാ കിട്ടിയതാണ്, ഇൻഹെറിറ്റഡ് ആണ്. അപ്പൊ പിന്നെ സമൂഹത്തിന്റെ മൊത്തം ഉള്ളതായിട്ടുള്ള ച്യുതി എല്ലാ രംഗത്തും നമുക്ക് കാണാം എന്ന് പറയാം. അപ്പോൾ ഇത് ആദിശങ്കര ഭഗവത്പാദരുടെ കാലത്തും ഒട്ടും മോശമായിരുന്നില്ല ഈ വേഷം കെട്ടിയിട്ട് ഉപജീവനത്തിനായിക്കൊണ്ട് നടക്കുന്ന സന്യാസിമാര്. അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്താണ് യഥാർത്ഥത്തില് സന്യാസം എന്ന് പറഞ്ഞാൽ? വേഷം കെട്ടലാണോ എന്നാണെങ്കിൽ വേഷം എന്നുള്ളത് ധർമ്മ ബോധത്തിനാണ്, ധർമ്മസ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വേഷം കെട്ടുന്നത്. ഒരു വേഷം നമ്മളെ ഒരു ഉത്തരവാദിത്വത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കും തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു പോലീസുകാരുടെ വേഷം എന്ന് പറഞ്ഞാല് അവരുടെ ഉത്തരവാദിത്വത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അവർ പോലീസ് വേഷം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കള്ളന്മാരാവാൻ പാടില്ല. നമ്മൾ ഇന്ന് കാണുന്നത് എന്താണ്? പോലീസ് വേഷത്തിൽ കൊള്ളക്കാരാ. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു യൂണിഫോം ഉണ്ട്, കാക്കി യൂണിഫോം തന്നെയാണ്. അവരാണെന്ന് ഏറ്റവും വലിയ മദ്യത്തിന്റെ കള്ളക്കടത്തുകാര്. എല്ലാവരും അടച്ചു പറയുകയല്ല, ധാരാളം നമ്മൾ കേസുകൾ കാണുന്നു എന്നർത്ഥം. ലഹരി ഉപയോഗം, തെറ്റായ ഉപയോഗങ്ങളെയൊക്കെ തടയുകയും അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്യേണ്ട ആളുകൾ അവരുടെ ഇന്ന് കാശ് വാങ്ങിച്ച് അവരുടെ കൂട്ട കച്ചവട പങ്കാളികളായി മാറുന്ന കഥയാണ് നമ്മളിന്ന് കാണുന്നത്. വാറ്റുകാരുടെയും സ്പിരിറ്റ് കടത്തുകാരുടെയും
ബാർ ഉടമകളുടെയും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണെന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർ. അതുപോലെ തന്നെ ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും ഓരോന്നും എടുത്തെടുത്ത് നോക്കുക നിങ്ങൾ ഇന്ന് കാണുന്നതായിട്ടുള്ള. അപ്പോൾ ഒരു യൂണിഫോം കൊടുക്കുന്നത് അവർക്ക് ധർമ്മബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഡ്യൂട്ടി ഇപ്പം ഇതാണ്. പട്ടാളക്കാർ യൂണിഫോം ധരിക്കുന്നത് അവർക്ക് ആ ഒരു സ്പിരിറ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ യൂണിഫോമിലാണ്, ഞാനിപ്പോൾ കമ്മിറ്റഡ് ആണ്. എന്തിന്? എൻ്റെ നേഷൻ്റെ സെക്യൂരിറ്റിയിൽ, എൻ്റെ ഈ സമൂഹത്തിൻ്റെ ജനങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ ഒക്കെ സെക്യൂരിറ്റിയിൽ ഞാൻ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വേഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ വേഷത്തിൽ ഞാൻ ഇതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ പോയാൽ വക്കീൽ വേഷം ഇടുന്നുണ്ട്, ജഡ്ജി വേഷം ഇടുന്നുണ്ട്, ആശുപത്രിയിൽ ചെന്നാൽ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഉണ്ട് വേഷങ്ങൾ, അല്ലേ? പോസ്റ്റ്മാന് വേഷമുണ്ട്, എല്ലാവർക്കും ഉണ്ട് യൂണിഫോം. ഓരോ രംഗത്തും ഫാക്ടറികളിൽ, ഇൻഡസ്ട്രികളിലൊക്കെ പ്രവർത്തിക്കുന്നവർ, പല കമ്പനികളിലും യൂണിഫോം സിസ്റ്റമുണ്ട്, സ്കൂളുകളിൽ കുട്ടികൾക്ക് യൂണിഫോം സിസ്റ്റമുണ്ട്. അതൊക്കെ എന്തിനാണ്? അവർക്ക് ആ ബോധം എപ്പോഴും നിലനിൽക്കാൻ വേണ്ടിയിട്ട്. ആ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അവർ കമ്മിറ്റഡ് ആയി എന്നർത്ഥം. ആ കമ്മിറ്റ്മെന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഓർമ്മിക്കും. മറ്റത് കാഷ്വലായിട്ട് എന്തും ധരിച്ച് എപ്പോഴും എങ്ങനെയും തോന്നിയതുപോലെ നടന്നാൽ ഒരു എന്താ പറയുക, അശ്രദ്ധമാണത്. കമ്മിറ്റ്മെന്റ് ഇല്ലാതെയാവുകയാണ്, താന്തോന്നിത്വത്തിലേക്ക് നയിക്കും. അപ്പൊ അതിനാണ് ഒരാളെ നിയന്ത്രിക്കാൻ വേണ്ടി, ഡിസിപ്ലിൻഡ് ആക്കാൻ വേണ്ടി, കമ്മിറ്റഡ് ആക്കാൻ വേണ്ടി ഓരോ വിഭാഗത്തിനും ഓരോ യൂണിഫോം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സന്യാസിമാർക്ക് അനാദികാലമായിട്ട്, പ്രത്യേകിച്ച് ആചാര്യ ശങ്കര ഭഗവത്പാദരാണ് കൂടുതൽ ഇതിന്റെ വ്യവസ്ഥകളൊക്കെ നിശ്ചയിച്ചത്. അതിനു മുമ്പും തന്നെ കാവിയും മറ്റുമൊക്കെ വസ്ത്രം ഉണ്ടായിരുന്നു, കാഷായ വസ്ത്രം. അപ്പോ അതുപോലെയുള്ള തലയിലുണ്ടാവുന്ന മൊട്ടയടിക്കുക അല്ലെങ്കിൽ ജട പിടിപ്പിക്കുക, ഇങ്ങനെയുള്ള പലതരം വേഷഭൂഷങ്ങൾ, അത് ഒരു ലക്ഷണം അല്ലെങ്കിൽ ലിംഗം എന്നൊക്കെ പറയാം. ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളം എന്നാണ്. ഇന്ന ആളാണ് കേട്ടോ എന്ന് സമൂഹത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ഉപനയനം കഴിഞ്ഞ ആളുകൾക്ക് ഒരു ലക്ഷണമായിട്ടാണ് ഉപവീതം, യജ്ഞോപവീതം, പൂണൂല് കഴുത്തിലിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വേറെ ചില അടയാളങ്ങളുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ താലി അല്ലെങ്കിൽ മഞ്ഞച്ചരട് അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള സിന്ദൂരരേഖ, ഇങ്ങനെ പല അടയാളങ്ങൾ, കാലിൽ മിഞ്ചിയിടുന്നത്, പല അടയാളങ്ങൾ. അതുപോലെ ഓരോന്നിനും ഓരോ ലിംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അടയാളങ്ങൾ, ലിംഗ്യതയെ, സൂച്യതയെ സൂചിപ്പിക്കുന്നത് ഇന്നാളാണ് കേട്ടോ എന്ന് സമൂഹത്തിന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സ്വയം ബോധം ഉണ്ടാവാനും, അവനവനും ബോധം ഉണ്ടാവണം, മറ്റുള്ളവർക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇന്നാളാണ്, അയാളെ നമ്മൾ ഇന്ന രീതിയിൽ വേണം സമീപിക്കാനായിക്കൊണ്ട്, കാണാനായിക്കൊണ്ട് എന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്രാൻസാക്ഷൻസ് എളുപ്പത്തിലാവും. ലോക വ്യവഹാരം നമുക്ക് ഇങ്ങനെയുള്ള വ്യവസ്ഥകളുണ്ടെങ്കിൽ എളുപ്പത്തിലാവും. വ്യവസ്ഥകളൊന്നും ഇല്ലെങ്കിൽ ഒരു തരം അരാജകത്വം ഉണ്ടാവും. എല്ലാറ്റിലും കുഴഞ്ഞു മറിഞ്ഞതായിട്ടുള്ള, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ആ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് വ്യവസ്ഥകൾ, കണ്ടീഷൻസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് സന്യാസിമാർക്ക് അവർ ജീവിതത്തിൽ നിന്ന്, ലൗകിക ജീവിതത്തിൽ അവർക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന് കാണിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് ഈശ്വര അന്വേഷണ ജീവിതത്തിൽ, ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ആയിക്കൊണ്ട് ഞങ്ങൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്യാസികളാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി വസ്ത്രധാരണം. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള സന്യാസികൾ എങ്ങനെയൊക്കെ നടക്കണമെന്ന് പറയണം. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ആ സന്യാസിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ജ്ഞാനമാണ് വേണ്ടത്. യഥാർത്ഥ സന്യാസത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. മറ്റതൊക്കെ ലിംഗങ്ങളാണ്, ലക്ഷണം എന്ന് പറയരുത്. അതിന് ഈ അടയാളങ്ങളുണ്ടല്ലോ, ശരീരത്തിലുള്ള വസ്ത്രങ്ങളാകട്ടെ, തലയിലുള്ള കുടുമിയോ, അല്ലെങ്കിൽ തല മൊട്ടയടിച്ചതോ, ജടയോ, കയ്യിലുള്ള കമണ്ടലുവോ, അല്ലെങ്കിൽ അതുപോലെ രുദ്രാക്ഷമാലയോ ഭസ്മമോ, അതൊന്നും ലക്ഷണമല്ല സന്യാസിയുടെ. അത് ലിംഗം എന്ന് പറഞ്ഞാൽ ബാഹ്യലിംഗം, പുറമേക്കുള്ള അടയാളം.
ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് സന്യാസ ലക്ഷണം എന്ന് ചോദിച്ചാൽ ജ്ഞാനം സന്യാസ ലക്ഷണം വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ ശാസ്ത്രങ്ങൾ. ജ്ഞാനം സന്യാസ ലക്ഷണം. ഒരു സന്യാസിയുടെ യഥാർത്ഥ ലക്ഷണം ജ്ഞാനമാണ്. എന്താണ് ജ്ഞാനം? വേറെ ഏതെങ്കിലും വിഷയത്തിലുള്ള ജ്ഞാനമല്ല, ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിലുള്ള ജ്ഞാനമല്ല, ആത്മാവിനെ സംബന്ധിച്ച ജ്ഞാനം, താൻ ആരെന്നുള്ളതായിട്ടുള്ള ജ്ഞാനം. ആ തൻ്റെ സ്വരൂപത്തെക്കുറിച്ച്, തൻ്റെ പൂർണ്ണതയെക്കുറിച്ച്, അനന്തതയെക്കുറിച്ച്, താൻ ബ്രഹ്മതത്വമാണെന്നുള്ളതായിട്ടുള്ള ആ ഒരു ബോധം എപ്പോഴും ഉള്ള ആളാണ് യഥാർത്ഥ സന്യാസി. ഇനി അത് നിലനിർത്താൻ വേണ്ടി സാധകന്മാരായി ശ്രമിക്കുന്നവരെയും സന്യാസി എന്ന് വിളിക്കുന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഡോക്ടർ എന്ന് വിളിക്കാം, അല്ലേ? പഠിക്കുന്നവർ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പഠിക്കുമ്പോൾ തന്നെ അവർ അപ്രന്റീസുകളാണ് എങ്കിലും അവരെ നമ്മൾ ആ പേര് പറഞ്ഞ് വിളിക്കുന്നു. അതുപോലെ സന്യാസത്തിൽ 2 തരം സന്യാസമുണ്ട്. ഒന്ന് വിദ്വത് സന്യാസം, മറ്റൊന്ന് വിവിദിഷാ സന്യാസം എന്ന് പറയും. വിദ്വത് സന്യാസം എന്ന് പറഞ്ഞാൽ വിദ്വാനായ ശേഷമുള്ള സന്യാസം എന്ന് പറഞ്ഞാലോ, ആത്മജ്ഞാനം നേടിയതിനു ശേഷം ജീവിതം പൂർണ്ണമായിട്ട് സന്യാസപരമായിട്ട് എല്ലാം ലൗകികമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് ബന്ധങ്ങളെല്ലാം വിട്ട് ആ ആത്മനിഷ്ഠയിൽ ഇരിക്കുന്ന അവസ്ഥ. രമണ മഹർഷി, ശ്രീനാരായണ ഗുരുദേവൻ, അതുപോലെയുള്ള മഹാത്മാക്കളൊക്കെ ആ ഒരു വിദ്വൽ ഭാവത്തിലുള്ള സന്യാസിമാരായിരുന്നു. അവർ പറയാൻ കാവ്യമൊന്നും ഉടുത്തിരുന്നില്ല. അവർ നല്ല, രമണ മഹർഷി വെറും ഒരു കൗപീനം മാത്രം. അദ്ദേഹം ഭസ്മം ധരിക്കുന്നത് പോലും റയറായിട്ടായിരുന്നു. മാലയും രുദ്രാക്ഷമാലയും സ്ഫടികമാലയും ഒന്നും അദ്ദേഹം ധരിച്ചിട്ടില്ല. മെതിയടിയിട്ടിട്ടും നടന്നിട്ടില്ല. ചിലപ്പോൾ ചില ഫോട്ടോകളിൽ അദ്ദേഹം ഒരു കമണ്ടലു കയ്യിൽ പിടിച്ചിരിക്കുന്നത് കാണാം. ഒരു വടി അദ്ദേഹത്തിന് താങ്ങായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടിങ്. മലയിൽ കയറലാണ് എപ്പോഴും അരുണാചല എന്താ പറയുക, ആ മലയിൽ കയറാൻ വേണ്ടിയിട്ട് അദ്ദേഹം വടി കുത്തി നടക്കുമായിരുന്നു, കാലിന് ബലക്കുറവുള്ളത് കൊണ്ട്. അല്ലാതെ അദ്ദേഹം കാവി ഉടുത്തിട്ടില്ല, അദ്ദേഹം രുദ്രാക്ഷമാലയും ധരിച്ചിട്ടില്ല, അദ്ദേഹം ജടയും പിടിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ബാല്യത്തിൽ 16 വയസ്സിൽ വന്നപ്പോൾ തപസ് അനുഷ്ഠിക്കുന്ന ആ കാലത്ത് കുറച്ച് ജടയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് മൊട്ടയടിച്ചു. പിന്നെ കുറ്റിമുടികളൊക്കെ ആയിട്ട് കാണാം. അത് താടി ഷേവിങ്ങും ഇല്ല, താടി നീട്ടി വളർത്താനും ഇല്ല. വല്ലപ്പോഴും ഒന്നിച്ചൊരു ഷേവ് അങ്ങനെ നടക്കും. അപ്പോൾ അദ്ദേഹത്തിന് വിദ്വൽ സന്യാസിയാണ് അദ്ദേഹം. ശ്രീനാരായണ ഗുരുദേവനും വിദ്വൽ സന്യാസിയാണ്. ചട്ടമ്പി സ്വാമികൾ വിദ്വൽ സന്യാസിയാണ്. അതുപോലെയുള്ള മഹാത്മാക്കൾ വിദ്വൽ സന്യാസിമാരാണ്. മറ്റ് സമ്പ്രദായപ്രകാരം ഗുരുകുലങ്ങളിൽ ചേർന്ന്, ആശ്രമങ്ങളിൽ ചേർന്ന് ഗുരുക്കന്മാരിൽ നിന്ന് സന്യാസ ദീക്ഷ വാങ്ങിച്ച് പഠിച്ച് ആ സമ്പ്രദായം സ്വീകരിച്ച് കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന ഞങ്ങളെ പോലെയുള്ളവരൊക്കെ വിവിദിഷാ സന്യാസം എന്ന് പറയും. രാമകൃഷ്ണ മിഷനാവട്ടെ, ചിന്മയ മിഷനാവട്ടെ, ദയാനന്ദ മിഷനാവട്ടെ, ശിവാനന്ദ ആശ്രമ പരമ്പരകളാവട്ടെ, അമൃതാനന്ദമയി മിഷനാവട്ടെ, ഒക്കെ എല്ലാം ഇതുപോലെയുള്ള സാധകന്മാർ കമ്മിറ്റഡ് ആയിട്ടുള്ള സന്യാസിമാരാകുമ്പോൾ അവർ വിവിദിഷാ സന്യാസികൾ. വിവിദിഷ എന്ന് പറഞ്ഞാൽ വേദിതും ഇച്ഛ, അറിയുവാനുള്ള ഇച്ഛ കൊണ്ട്, ആത്മജ്ഞാനത്തിനുള്ള ഇച്ഛ കൊണ്ട് സന്യസിച്ചവർ, ആ കമ്മിറ്റഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ സ്വീകരിച്ചവർ, അവരാണ് വിവിദിഷാ സന്യാസികൾ. അപ്പൊ ഇങ്ങനെ 2 തരത്തിൽ ആദ്യം തിരിക്കാം. പിന്നെ അനേക സമ്പ്രദായത്തിൽ സന്യാസിമാരെ തിരിക്കും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇത് 2 പ്രൈമറി ആയിട്ടുള്ള 2 ഡിവിഷൻ: വിദ്വൽ സന്യാസം ആൻഡ് വിവിദിഷാ സന്യാസം. അപ്പോ വിദ്വൽ സന്യാസികൾക്ക് ഈ വേഷഭൂഷാദികളൊന്നും അവർ ശ്രദ്ധിക്കാറേ ഇല്ല. അവധൂതന്മാരെ പോലെ സഞ്ചരിക്കുന്നവരാണ് വിദ്വൽ സന്യാസികൾ. വിവിദിഷാ സന്യാസികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഡിസിപ്ലിനൊക്കെ വെച്ചിരിക്കുന്നത്. ഈ ശാസ്ത്രജ്ഞാനം സമ്പാദിക്കാനും അതുപോലെ തപസ് സാധന ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള ജീവിതം നയിക്കാനും, ബാക്കി സാമൂഹിക കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ ഇൻവോൾവ് ചെയ്യാതെ ലൗകിക കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച്, കുടുംബകർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ടോട്ടലി ഈ ഒരു ലക്ഷ്യത്തിലേക്ക് അവനവനെ ഡെഡിക്കേറ്റ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ കൂടുതൽ. സന്യാസി വിഭാഗത്തിൽ
എല്ലാ ആശ്രമങ്ങളിലും ഉള്ളത് അങ്ങനെയുള്ള ആ വിഭാഗത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. പിന്നീട് പതുക്കെ ഈ വിവിധിഷാ സന്യാസികൾ അവരുടെ ശ്രവണ മനന നിധിധ്യാസനങ്ങളിലുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട്, ശ്രദ്ധ കൊണ്ട് പക്വതയാർജിച്ച് വിദ്വാൻമാരായി തീരും. വിദ്വൽ സന്യാസികളായി സ്ഥിതപ്രജ്ഞന്മാരായി ഭവിക്കും കാലം കൊണ്ട്. അവര് എന്നാലും വിദ്വാൻമാരായി കഴിഞ്ഞാലും ഈ വേഷമൊക്കെ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ പഴയ പോലെയുള്ളതായിട്ടുള്ള ആക്ടിവിറ്റികളൊന്നും ഉണ്ടാവാതെ പിന്നെയും കൂടുതൽ കൂടുതൽ അവർ അന്തർമുഖരായി തീരുന്നത് കാണാം. ലൗകിക കർമ്മങ്ങളില് അല്ലെങ്കിൽ ലോകത്തില് സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്ന മഹാത്മാക്കളായിരുന്ന ആ സന്യാസിമാർ പോലും പിന്നീട് സേവനങ്ങളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് തപസ്സികളായി അന്തർമുഖരായി വല്ല ഗുഹയിലോ ആശ്രമത്തിലോ ഒറ്റ ഇരിപ്പിരുന്ന് ആ ഒരു ആത്മനിഷ്ഠയിലിരിക്കുന്ന മഹാത്മാക്കളെ കാണാം. കുറച്ച് കഴിയുമ്പോൾ അവർ ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് വരും. അവർക്ക് ഒരു കർമ്മവും പിന്നെ ചെയ്യാനുള്ള യാതൊരു അന്തർപ്രേരണയും ഉണ്ടാവില്ല. എല്ലാം നിലച്ചു. കാരണം ഈ ലോകം, നമ്മൾ ലോകം നന്നാക്കാന്നുള്ളത് ഒരു വ്യാമോഹം മാത്രമാണ്. അത് നമ്മുടെ ഇപ്പോഴുള്ളൊരു രജോ ഗുണം കൊണ്ട് തോന്നുകയാണ് ലോകമൊക്കെ നമുക്ക് നന്നാക്കണം എന്ന്. ഈ ലോകം എന്നും ഇതുപോലെയൊക്കെ തന്നെയാ. നായിന്റെ വാല് കുഴലിലിട്ട പോലെ തന്നെയാ. എത്രയോ മഹാത്മാക്കൾ, എത്രയോ അവതാരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഈ ലോകത്തിൽ എന്നും അസുരന്മാരും രാക്ഷസന്മാരും ദുഷ്ടശക്തികളും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. സജ്ജനങ്ങളും ഉണ്ടായിരുന്നു, ചുരുക്കം സജ്ജനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലോകം ഇങ്ങനെ നടന്നുപോയി. ഇന്നും അതൊക്കെ തന്നെയാണ്. ഇന്നിപ്പോ ദുഷ്ടശക്തികൾ കൂടി വരണു. അവരുടെ പ്രവൃത്തികളുടെ എന്താ പറയുക, മാനിഫെസ്റ്റേഷൻ കൂടുതലായിട്ട് വരുന്നു. സജ്ജനങ്ങൾ വളരെയധികം പീഡിതരായിക്കൊണ്ടിരിക്കുന്നു. അത്രയൊക്കെ തന്നെയുള്ളൂ. ഒരു ചെറിയ തരതമ ഭേദം ഉണ്ട് എന്നേ ഉള്ളൂ. അല്ലാതെ ടോട്ടലായിട്ടൊരു എല്ലാവരും നല്ലവരായിട്ടുള്ളൊരു അവസ്ഥയൊന്നും ഇല്ല. അപ്പൊ ലോക സ്വഭാവമാണത്. അതുകൊണ്ട് ഈ ലോകത്തെ നമ്മൾ മാറ്റിമറിക്കാം, ആകെ ഈ ലോകത്തെ സ്വർഗമാക്കി മാറ്റാം എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ വെറും വ്യാമോഹം മാത്രമാണ്. അത് തിരിച്ചറിയുമ്പോഴാണ് പതുക്കെ കൂടുതൽ ഈ പ്രവൃത്തികളിൽ നിന്ന്, ലോകസംഗ്രഹം എന്ന പ്രവൃത്തികളിൽ നിന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞ് അന്തർമുഖരായി മാറും. ഈ നായിന്റെ വാല് നിവർത്താനൊന്നും എനിക്ക് വയ്യ എന്നുള്ള അവസ്ഥയിലേക്ക് വരും. അപ്പോൾ കൂടുതൽ ആ ഒരു തപസ്വിയായിട്ട് തീരുക. രമണ മഹർഷിയെ പോലെയും തപോവന സ്വാമികളെ പോലെയും ഒക്കെയുള്ള അവസ്ഥയിലേക്ക് തിരിച്ച് അങ്ങനെ അന്തർമുഖരായി തീരും. അപ്പോൾ ഇരിക്കട്ടെ, നമുക്ക് ഈ ശ്ലോകത്തിലേക്ക് തിരിച്ചു വരാം. ജടിലോ മുണ്ടീ ലുഞ്ചിത കേശഃ കാഷായാംബര ബഹുകൃതവേഷഃ പശ്യന്നപിചന പശ്യതി മൂഢഃ ഉദരനിമിത്തം ബഹുകൃതവേഷഃ. ജഡിലഹ എന്ന് പറഞ്ഞാൽ ജട പിടിച്ചവൻ, തലയില് ജടയോട് കൂടിയവനെയാണ് ജഡിലൻ എന്ന് പറയാം. ജടാധാരി. അപ്പൊ തല, ചില ആളുകൾ മത്സരത്തിലാണ്, എത്ര വലിയ ജടയാണ്, ആർക്കാ വലിയ ജട, നോക്ക് എന്റെ ജട, നോക്ക് അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് എത്ര നീളമുള്ള. ചില സന്യാസിമാര് ഗംഗയിലൊക്കെ സ്നാനം കഴിഞ്ഞാല് തലമുടി അഴിച്ചിട്ട് ഇങ്ങനെ ഉണക്കാനിട്ടുണ്ടാവും. ജടയൊക്കെ അഴിച്ചിട്ടിട്ട് ഉണക്കാനിട്ടുണ്ടാവും. നോക്കേണ്ടതാണ് നമ്മൾ. ഒരു പാറപ്പുറത്തേക്ക് ഇങ്ങനെ വിരിച്ചിടും, എത്ര നീളം ഉണ്ടാവുന്നു. അപ്പൊ അത് ചില എന്താ പറയുക, ആലിൻ്റെയോ അതുപോലെയുള്ള പശ കൊണ്ടൊക്കെയാണ് ഈ തലമുടിയെ ജടയാക്കുന്നത്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാനും വലിയ പ്രയാസമാണ്. അപ്പൊ ഈ ജടയുടെ നീളത്തിൽ ഇങ്ങനെ രമിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ ജഡിലഹ. മുണ്ടി എന്ന് പറഞ്ഞാല് തല മുണ്ടനം ചെയ്തവർ, മൊട്ടയടിച്ചവർ. മുണ്ടി എന്ന് പറയുന്നത് മുണ്ടനം ചെയ്തവര് മുണ്ടി. അപ്പൊ മൊട്ടയടിച്ച് നടക്കുന്ന ആൾക്കാർ എപ്പോഴും മൊട്ടയായിട്ട് കാണും അവരുടെ തല, മുടി വളർത്തില്ല അവര്. ലുഞ്ചിത കേശഃ. ലുഞ്ചിത കേശഃ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ തലമുടി പിഴുതെറിയുന്ന സമ്പ്രദായമുണ്ട്. അവര് കത്രിക കൊണ്ടോ കത്തി കൊണ്ടോ ഒന്നും വടിക്കുകയും മുറിക്കുകയും ഒന്നും ചെയ്യില്ല, പിഴുതെടുക്കുക. ഓരോരോ രോമങ്ങളായിട്ട് ആ രോമത്തെ പിഴുതെടുക്കുന്നതായിട്ട് ചില സമ്പ്രദായങ്ങൾ, അത് ബുദ്ധ സമ്പ്രദായത്തിലുണ്ട്, ഹൈന്ദവ സന്യാസിമാരുടെ ഇടയിലുണ്ട്, ചില ജൈനന്മാരുടെ ഇടയിലുണ്ട് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ പറിച്ചെടുക്കുക.
അതാണ് ലുഞ്ചിത കേശ. കേശത്തെ ലുഞ്ചനം ചെയ്ത് പറിച്ചെടുത്തതായിട്ടുള്ള ആളുകൾ ഒരു കൂട്ടർ, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരാണെന്നൊരു അഭിമാനം അവർക്ക്. കാഷായാംബര ബഹുകൃത വേഷ. കാഷായം എന്ന് പറഞ്ഞാൽ കാവി, കഷായത്തിന്റെ ഭാവമാണ് കാഷായം. കഷായം എന്ന് പറഞ്ഞാൽ ആകെ കൂടി ഒരു കലങ്ങി മറിഞ്ഞ ചെളി പോലെയുള്ള അവസ്ഥയാണല്ലോ കഷായം. അപ്പൊ ഈ ചെളി പുരണ്ട വസ്ത്രമാണ് കാഷായ വസ്ത്രം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ നിറമാണ് കാഷായ വസ്ത്രം. എന്തിനാ വെച്ചാൽ അത് അങ്ങനെ ആക്കിയിരിക്കുന്നത് എവിടെ ചെന്നാലും കിടക്കാം, വിരിക്കാൻ പോലും ഒരു തുണി വേണ്ട ആവശ്യമില്ല, കിടന്നെടുത്ത് ഉറങ്ങാം. അപ്പൊ ഏത് ആൽത്തറയാണെങ്കിലും ക്ഷേത്രത്തിന്റെ തിണ്ണയാണെങ്കിലും ഏത് വരാന്തയിലും മരച്ചുവട്ടിലും എവിടെ വേണമെങ്കിലും കിടന്ന് അവിടുന്ന് മൂടും തട്ടി എണീച്ച് പോവുകയും ചെയ്യാം. അപ്പൊ അവിടുത്തെ അഴുക്കൊക്കെ ഈ വസ്ത്രത്തിൽ ഉണ്ടാവും, കറ പിടിക്കും. അതിനെ ഒന്ന് നനച്ച് പിന്നെയും ഉടുക്കും. ഉണങ്ങാൻ പോലും ചിലപ്പോൾ വേറൊന്ന് ഉടുക്കാനുണ്ടാവില്ല. അപ്പൊ തന്നെ കാറ്റത്തുണക്കി അതിനെ തന്നെ ഉടുക്കും. വേറെ എവിടെയും തിരക്കിട്ട് പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കൗബീനം മാത്രം ഉടുത്തിരുന്നുകൊണ്ട് ഇതിനെ ഗംഗാതീരത്ത് പാറപ്പുറത്തോ എവിടെയെങ്കിലും കാറ്റത്തിട്ടിട്ട് ഉണക്കി പെട്ടെന്ന് തന്നെ അതിനെ തന്നെ ഉടുത്തിട്ട് പോകുന്ന ഒറ്റ വസ്ത്രം മാത്രം ധരിച്ചിരിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അങ്ങനെ കാഷായം എന്ന് പറഞ്ഞാൽ ഈ കഷായ നിറം അഥവാ കാവി നിറം എന്നർത്ഥം. അത് അമ്പരം വസ്ത്രം ബഹുകൃത വേഷ. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള കാവി ഉടുത്തവര് അല്ലെ, നമ്മള് ഇന്ത്യ രാജ്യത്ത് ഇറങ്ങി തിരിച്ചാൽ അല്ലെങ്കിൽ എന്തിന് ഹരിദ്വാറിലോ ഋഷികേശിലോ പോയാൽ മതി, ഏതൊക്കെ തരത്തിലുള്ള വേഷങ്ങൾ കാണാമെന്നുള്ളത്. വേഷഭൂഷങ്ങള് പല വർണ്ണങ്ങളുണ്ട്, കാവിയിൽ തന്നെ പലതരം വർണ്ണങ്ങള്. ഓരോരുത്തരും അവരവരുടെ പ്രത്യേകമായിട്ടുള്ള ഐഡന്റിറ്റി സൂക്ഷിച്ചുകൊണ്ട് ഇന്ന മഠത്തിന്റെ ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെതായിട്ട് പ്രത്യേക കളറുകളുണ്ട്. അതിൻ്റെ ഒരു അഭിമാനമുണ്ട് അവർക്ക്. ഇങ്ങനെ ഓരോരുത്തരും. പിന്നെ തലയിൽ കൂടെ മുണ്ടിട്ടത്, തലയിലിടാത്തത്, വെറും ഒരു കൗബീനം മാത്രം അല്ലെങ്കിൽ അരയിൽ മാത്രം എടുത്തത്, പുതച്ചു നടക്കുന്നത്, ജുബ്ബയിട്ട് നടക്കുന്നത് എന്ന് പറഞ്ഞ പോലെ എങ്ങനെയൊക്കെ വേണോ കാവിയെ ഉടുക്കാൻ, കരയുള്ള കാവി, കരയില്ലാത്ത കാവി എന്നൊക്കെ പറഞ്ഞ് ഏത് വേണമെങ്കിൽ ബഹുകൃത വേഷ. ഒരു പ്രത്യേക ഇതൊന്നുമല്ല, പലതരത്തിലുള്ള വേഷങ്ങൾ. അങ്ങനെയുള്ള ആളുകൾ പശ്യന്നപി ചന പശ്യതി മൂഢഃ. മൂഢഃ, ഈ മൂഢന്മാര്, ഈ വേഷം കെട്ടിയിട്ടുള്ള സന്യാസിമാര് മൂഢന്മാരാണ് വാസ്തവത്തിൽ. അവര് അറിയേണ്ടത് അറിഞ്ഞിട്ടില്ല എന്നാണ്. അതാണ് പശ്യന്നപി, അവര് നോക്കുന്നുണ്ടെങ്കിലും കാണുന്നുണ്ടെങ്കിലും ന പശ്യതി. എന്ത് പശ്യതി? അവര് തത്വത്തെ കാണുന്നില്ല, കാണേണ്ടത് കാണുന്നില്ല. അപ്പൊ അവർ ഈ ലോകത്തിൽ സാധാരണ ജനങ്ങൾ നോക്കുന്നത് പോലെ തന്നെ നോക്കുന്നു. കാണേണ്ടതിനെ അല്ല അവര് കാണുന്നത്. ഒരു ജ്ഞാനി കാണുന്ന കാഴ്ചയല്ല ഒരു അജ്ഞാനിയുടെ കാഴ്ച. അത് ഭഗവത്ഗീതയില് ഭഗവാൻ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഹേ. ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ സ്ഥിതപ്രജ്ഞ ലക്ഷണം പറയുന്ന ആ ഭാഗത്താണ്, അവസാന ഭാഗത്താണ്. അപ്പൊ എന്താ പറയണത്? യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി. സർവഭൂതങ്ങൾക്കും യാതൊന്ന് നിശാസമമായിരിക്കുന്നുവോ അതിൽ ഉണർന്നിരിക്കുന്നു ഒരു സംയമി. സംയമി എന്ന് പറഞ്ഞാൽ ഒരു ജ്ഞാനി, ഒരു സ്ഥിതപ്രജ്ഞൻ, ഒരു യോഗി, മുക്തൻ എന്നൊക്കെ അർത്ഥം. അപ്പൊ മറ്റുള്ളവർക്ക് നിശാസമാനമായവർക്ക് ഇയാൾ ഉണർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാലോ, മറ്റുള്ളവർക്ക് ഇരുട്ടായിരിക്കുന്ന വിഷയത്തിൽ ഇയാൾ പകൽ പോലെ കാണുന്നു എന്നർത്ഥം. ഇയാൾക്ക് നിശാസമമായിരിക്കുന്നത് അവർക്ക് പകലാണ് താൻ. യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഹെ. ഏതൊന്നിലാണോ ഭൂതാനി ജാഗ്രതി, ഭൂതങ്ങളൊക്കെ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അത് മുനേഹെ പശ്യതഃ മുനേഹെ, സത്യം ദർശിക്കുന്ന മുനിക്ക് സാ നിശ, അത് നിശാസമാനമാണെന്ന് പറഞ്ഞാൽ അത് അയാൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ അയാള് അത്രയ്ക്ക് റിയാലിറ്റി കൽപ്പിച്ചിട്ടുള്ളൂ എന്നർത്ഥം. അപ്പോൾ 2 ദർശനങ്ങളാണ്. ഒന്ന് അജ്ഞാനിയുടെ ഈ ലോകത്തെ കാണുന്നതായിട്ടുള്ള ദർശനം, മറ്റൊന്ന് ജ്ഞാനി കാണുന്നതായിട്ടുള്ള ദർശനം. ജ്ഞാനി കാണുന്നതല്ല അജ്ഞാനി കാണുന്നത്. ജ്ഞാനി തത്വം ദർശിക്കുമ്പോൾ അജ്ഞാനി നാമരൂപങ്ങളിൽ ഭ്രമിക്കുന്നു എന്നർത്ഥം. നമ്മുടെ തമിഴില് ഒരു നല്ല ചൊല്ലുണ്ട്, മറത്തൈ മറൈത്തതേ മാമത യാനൈ.
മരത്തിൽ മറൈന്തതേ മാമത യാനൈ എന്ന് വെച്ചാൽ മരം കൊണ്ട് ഒരു ആനയുടെ ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല വലിയൊരു ആനയുടെ മനോഹരമായിട്ടുള്ളൊരു ശില്പം മരം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ആനഭ്രമമുള്ള ആളുകൾ ആനയായിട്ടാണ് അതിനെ കാണുന്നത്. അവർ നോക്കുന്നത് ഇത് ഏത് ആനയുടെ രൂപമാണിത്, ഞാൻ കണ്ടിട്ടുള്ള ഏത് പ്രശസ്തനായിട്ടുള്ള കൊമ്പനാണിത്, ഗുരുവായൂർ കേശവനാണോ, പത്മനാഭനാണോ, അതോ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണോ, പാമ്പാടി രാജനാണോ? അങ്ങനെ ആനകൾക്ക് വലിയ വലിയ പട്ടങ്ങളൊക്കെ കൊടുത്തിട്ട് വലിയ സ്ഥാനങ്ങളൊക്കെ കൊടുത്ത് വലിയ ആനകളുണ്ടല്ലോ. അപ്പൊ താൻ കാണുന്നത് ഇതിൽ ഏത് ആനയെയാണ് എന്നാണ് അയാൾ നോക്കുന്നത്. അപ്പോൾ ആനയെ കാണുന്നവൻ എന്ത് കാണുന്നില്ല? ആ മരത്തെ കാണുന്നില്ല. അതാണ് മരത്തൈ മറൈത്തതേ മാ മതയാനൈ എന്ന് പറഞ്ഞു. മരത്തെ മറയ്ക്കുന്നു ആ മതയാന, വലിയ മതയാന. എന്നാൽ വേറൊരു ശില്പി അല്ലെങ്കിൽ ഒരു കാർപ്പൻ്റർ, ഒരു മരത്തിനെ കുറിച്ച് അറിവുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ നോക്കുന്നത്, അയാൾ ആനയെ അല്ല നോക്കുന്നത്, ഇത് എന്ത് മരം കൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നാണ് നോക്കുക. മരത്തെ കുറിച്ച് ഇത് വീട്ടിയാണോ, അതോ തേക്കാണോ, അതോ വേറെന്തെങ്കിലും മരം കൊണ്ട് ഉണ്ടാക്കിയിട്ട് പെയിന്റ്, ആനയുടെ കറുപ്പ് പെയിന്റ് കൊടുത്തിരിക്കുകയാണോ, എന്താണ് ഇതിന്റെ ഒരു യഥാർത്ഥ മരത്തിന്റെ ടെക്സ്ചർ, അതിനെക്കുറിച്ചാണ് അയാൾ നോക്കുന്നത്. ആ മരത്തെ ഐഡന്റിഫൈ ചെയ്യാനാണ് അയാൾ നോക്കുന്നത്. അപ്പൊ മരത്തെ കാണുന്ന ആൾ എന്ത് കാണുന്നില്ല? ആനയെ കാണുന്നില്ല. മരത്തിൽ മറൈന്തതേ മാമതയാനൈ, മരത്തിൽ മറഞ്ഞു ആ വലിയ ആന. അപ്പൊ രണ്ട് ദർശനങ്ങളാണ്, ഒരാൾ ആനയെ കാണുന്നു, ഒരാള് മരത്തെ കാണുന്നു. ഇതുപോലെയാണ് ഒരു ജ്ഞാനി ഈ ലോകത്തെ നോക്കുമ്പോൾ അജ്ഞാനി നോക്കുന്നത് പോലെയല്ല. അജ്ഞാനി കാണുന്നത് പാർ മുതൽ ഭൂതം, പാര് എന്ന് പറഞ്ഞാൽ ഭൂമി. അപ്പൊ ഭൂമി മുതലായ പഞ്ചഭൂതങ്ങളെയാണ് ഒരു അജ്ഞാനി കാണുന്നത്. അതാണ് പരത്തൈ മറൈത്തതേ പാർ മുതൽ ഭൂതം, പരത്തിൽ മറൈന്തതേ പാർ മുതൽ ഭൂതം. രണ്ട് ദർശനങ്ങളാണ്. പരത്തൈ മറൈത്തതേ പാർ മുതൽ ഭൂതം. പരത്തെ എന്ന് പറഞ്ഞാലോ പരമമായ സത്യത്തെ, ദ റിയാലിറ്റി, അതാണ് പരം. ദ അൾട്ടിമേറ്റ് റിയാലിറ്റി, ദ ട്രൂത്ത്, അതാണ് പരം. ആ പരത്തെ മറച്ചു എന്ത്? പാർ മുതൽ ഭൂതം. പാര് എന്ന് പറഞ്ഞാൽ ഭൂമി, തമിഴ് വാക്കാണ് പാര്. നമ്മൾ മലയാളത്തിലും പാര് എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം. ലോകം എന്നൊക്കെ അർത്ഥവും വരും അതിന്. പാര് എന്ന് നമ്മൾ ക്രിയയായിട്ടും പറയും. നോക്ക് എന്ന് പറയാൻ തമിഴിൽ പറയട്ടെ പാരിടാ എന്നാ പറയാ, നോക്കടാ എന്ന്. ലോകം എന്നർത്ഥമാണ്. അപ്പൊ പാർ മുതൽ ഭൂതം, ഭൂമി മുതൽക്കുള്ള പഞ്ചഭൂതങ്ങൾ ഈ പരത്തെ മറയ്ക്കുന്നു, ഈ സത്യത്തെ മറയ്ക്കുന്നു. അതുപോലെ എന്നാൽ ഒരു ജ്ഞാനി കാണുന്നതോ പരത്തിൽ മറൈന്തതേ പാർ മുതൽ ഭൂതം, പരത്തിൽ പാർ മുതൽ ഭൂതം മറഞ്ഞു പോകുന്നു. അയാൾ പരത്തെയാണ് ദർശിക്കുന്നത്. എങ്ങനെയാണോ ഒരു സ്വർണപ്പണിക്കാരൻ, ഒരു ജ്വല്ലർ ആഭരണങ്ങളൊക്കെ കാണുമ്പോൾ അതിലെ സ്വർണത്തെ കാണുന്നത്, എന്നാൽ സ്ത്രീകൾ ആഭരണങ്ങളെ കാണുമ്പോൾ സ്വർണത്തെ അല്ല കാണുന്നത്, ആഭരണങ്ങളിൽ ഭ്രമിച്ച് അതിന്റെ രൂപങ്ങളിലാണ്, അതിന്റെ വൈവിധ്യങ്ങളിൽ ഭ്രമിച്ചു കാണുന്നു. അപ്പോ രണ്ട് ദർശനമാണ്. ഒരു കള്ളൻ സ്വർണമാലയെ നോക്കുന്നത് എത്ര തൂക്കം വരുന്നതാണ് നോക്കുന്നത്, അതിന്റെ ആകൃതിയല്ല അയാൾ നോക്കുന്നത്, അതിന്റെ സൗന്ദര്യമല്ല നോക്കുന്നത്, എത്ര തൂക്കം എനിക്ക് എത്ര കാശ് കിട്ടുന്നത് കൊണ്ട് കൊടുത്താൽ എന്നാണ് നോക്കുക. അപ്പൊ കള്ളന്റെയും സ്വർണപ്പണിക്കാരന്റെയും ദൃഷ്ടി സ്വർണ ദൃഷ്ടിയാണെങ്കിൽ, ആഭരണത്തിൽ ഭ്രമിച്ചിരിക്കുന്നവരുടെ ദൃഷ്ടി ആഭരണ ദൃഷ്ടിയാണ്. മാലയായിട്ടും വളയായിട്ടും കമ്മലായിട്ടും ഒക്കെ അവർ സ്വർണത്തെ കാണുന്നു. അപ്പൊ രണ്ട് ദൃഷ്ടിയാണ്. ഇതിനെയാണ് ഗീതയിൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞത്. യാ നിശ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യതോ മുനേഹേ. സത്യദർശിച്ച മുനിക്ക് മറ്റുള്ളവർ കാണുന്നതല്ല അയാൾ കാണുന്നത്, അയാൾ കാണുന്നത് മറ്റുള്ളവർ കാണുന്നും ഇല്ല. അപ്പൊ അതാണ് ഇവിടെ പശ്യന്നബി ന പശ്യതി മൂഢഃ. ഈ മോഹിതനായിട്ടുള്ളവൻ, അവനാണ് മൂഢൻ. മൂഢശബ്ദം മുഹുധാതുവിൽ നിന്നാണ്, മോഹിച്ചവൻ എന്നാണ്, ഡെല്യൂഡഡ് എന്നർത്ഥം. അപ്പൊ എന്തുകൊണ്ട് ഡെല്യൂഡഡ്? ഈ നാമരൂപാത്മകമായ പ്രപഞ്ചത്തിലുള്ള അവന്റെ രാഗദ്വേഷാത്മകമായിട്ടുള്ള മനസ്സുകൊണ്ട് മോഹിതനാണവൻ.
അവൻ എന്ത് കാണുമ്പോഴും അതിൻ്റെ നിറങ്ങളും വൈവിധ്യങ്ങളും നാമരൂപങ്ങളും അതിൻ്റെ പ്രയോജനവും കാണുന്നു. അതിൻ്റെ വസ്തുത എന്താണ്, ഈ പ്രപഞ്ചത്തിന് അസ്തിത്വം കൊടുക്കുന്നതായിട്ടുള്ള സത്യം എന്താണ്, ഈ നാനാ നാമരൂപങ്ങളിലും ഇരിക്കുന്ന ഏകമായിരിക്കുന്ന പൊരുളിനെ അവൻ കാണുന്നില്ല. അവനാണ് മൂഢൻ. അപ്പൊ മൂഢന്മാരായിട്ടുള്ള ആളുകൾ ഈ വേഷമൊക്കെ ധരിച്ചിട്ടുണ്ടെന്നല്ലാതെ അവരുടെ തമ്മിലുള്ളതായിട്ടുള്ള കലഹങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല, മത്സരമൊന്നും തീർന്നിട്ടില്ല. അവരെ കുറിച്ചാണ് ഉദരനിമിത്തം ബഹുകൃതവേഷ എന്ന് പറഞ്ഞത്. ഉദരനിമിത്തം വയറ്റുപഴപ്പിനായിക്കൊണ്ട് ഒരു ചാൻ വയറ് നിറയ്ക്കാൻ വേണ്ടി ബഹുകൃതവേഷ, പല പ്രകാരത്തിലുള്ള വേഷം കെട്ടി നടക്കുന്നുണ്ട്. ഈ വേഷത്തിന് ഭാരതത്തിൽ ഇത്തിരി വില കൂടുതലാണ്. എന്ന് വെച്ചാൽ പല ദേശങ്ങളിലും, ഭാരതത്തിൽ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഈ വേഷം കെട്ടിക്കഴിഞ്ഞാൽ നല്ല ബഹുമാനം കിട്ടും. ആര് ഭിക്ഷ ചോദിച്ചാലും നല്ല രീതിയിൽ ഭിക്ഷ കൊടുക്കും. മഹാരാജ് എന്നാണ് അവിടെ വിളിക്കുക തന്നെ. വടക്കേ ഇന്ത്യയിലൊക്കെ സന്യാസിമാരെ അഭിസംബോധന ചെയ്യുന്നതന്നെ മഹാരാജ് എന്ന് പറഞ്ഞ് തൊഴും. നമശിവായെന്നോ ജയ് ശ്രീരാമെന്നോ ജയ് ഹോ എന്ന് പറഞ്ഞോ, ഏതാണ് അവരുടെ ഇഷ്ടദേവത അവരുടെ പേരും പറഞ്ഞിട്ട് മഹാരാജിന് നമസ്കാരം എന്ന് പറയും. ഒഴിവുണ്ടെങ്കിൽ വന്ന് നമസ്കരിക്കും, എന്തെങ്കിലും ദക്ഷിണ സമർപ്പിക്കും, എന്തെങ്കിലും ചോദിച്ചാൽ ഇല്ല എന്ന് പറയില്ല. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ ഒരു വലിയ സംസ്കാരമാണിത്, കാശിയിലൊക്കെ പ്രത്യേകിച്ചും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഉദരനിമിത്തം ബഹുകൃതവേഷ, വയറ്റപ്പഴപ്പിനായിക്കൊണ്ട് പല വേഷം കെട്ടി നടക്കുന്നു ചില ആളുകള്. അപ്പൊ അറിയേണ്ടത് അറിയുന്നില്ല, കാണേണ്ടത് കാണുന്നില്ല. എന്താണ് കാണേണ്ടത്? അപ്പൊ അതാണ് യഥാർത്ഥ സന്യാസ ലക്ഷണം. ജ്ഞാനം സന്യാസ ലക്ഷണം. ഇതിനെക്കുറിച്ചാണ് ഇനിയും വരുന്ന ശ്ലോകങ്ങളിലും മറ്റ് ആചാര്യന്മാരും സമാനമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെയും കാണാം. ജഡിലോ മുണ്ടീലുഞ്ചിതകേശഃ കാഷായാംബര ബഹുകൃതവേഷഃ പശ്യന്നപി ച ന പശ്യതി മൂഢഃ ഉദരനിമിത്തം ബഹുകൃതവേഷ. അടുത്ത ശ്ലോകം നോക്കാം. അംഗം ഗളിതം പലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപി ന മുഞ്ചത്യാശാപിണ്ഡം. അംഗം ഗളിതം പലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപി ന മുഞ്ചത്യാശാപിണ്ഡം. ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇവിടെ പറയണു അംഗം ഗളിതം. അംഗം എന്ന് പറഞ്ഞാൽ ശരീരം, ഗളിതം എന്ന് പറഞ്ഞാല് എന്താ പറയുക, ജീർണിച്ചു, ഒഴുകി, ദ്രവിച്ചു എന്നൊക്കെ അർത്ഥമാണ്. ഗളിക്കുക എന്ന് പറഞ്ഞാൽ ദ്രവിക്കുക എന്നർത്ഥമുണ്ട്. അപ്പൊ ദ്രവിച്ചു, ജരാനരകൾ ബാധിച്ച് ചുക്കിച്ചുളിഞ്ഞു എന്നർത്ഥം. അംഗം ജീർണിച്ചു, ദ്രവിച്ചു, അംഗം ഗളിതം. മുണ്ടം പലിതം. പലിതം മുണ്ടം എന്ന് പറഞ്ഞാൽ, മുണ്ടം എന്ന് പറഞ്ഞാൽ ശിരസ് എന്നർത്ഥമാണ് മുണ്ടം. അത് പലിതം എന്ന് പറഞ്ഞാൽ നരച്ചു എന്നർത്ഥമാണ്. കുമ്പളങ്ങ പോലെ നരച്ചു, വെളുത്തു, പലിതം. അപ്പൊ തലമുടിയാകെ നരച്ചു, ശരീരം ജീർണിച്ചു. ദശനവിഹീനം ജാതം തുണ്ടം. തുണ്ടം എന്ന് പറഞ്ഞാല് വായ എന്നർത്ഥം വരും. ചുണ്ട് എന്നാണ് യഥാർത്ഥ അർത്ഥം. തുണ്ടം എന്നുള്ളതിന് ചുണ്ട് എന്നാണ്, പക്ഷെ ഇവിടെ വായ എന്നുള്ള അർത്ഥത്തിലും തുണ്ടം പ്രയോഗിക്കും. അപ്പൊ വായിക്കകത്ത് തുണ്ടം ദശനവിഹീനം ജാതം. ദശനം എന്നാൽ പല്ല്, ദംശിക്കുന്നത് ദശനം. ദശനവിഹീനം ജാതം, പല്ലേ ഇല്ലാതായി, ഒറ്റ പല്ല് പോലും ഇല്ല വായില്. വായിലത്തെ പല്ലെല്ലാം കൊഴിഞ്ഞു പോയി. അങ്ങനെയുള്ള ഒരാള് വൃദ്ധോ യാതി, ഒരു വൃദ്ധനത പോകുന്നു. ഗൃഹീത്വാ ദണ്ഡം, ദണ്ഡം ഗ്രഹിച്ചുകൊണ്ട്. അപ്പൊ നടക്കാൻ പോലും വയ്യ, കൂനുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാനും ഉള്ള ആരോഗ്യം ഇല്ലാത്തത് കൊണ്ട് ദണ്ഡം ഗൃഹീത്വ, വടി പിടിച്ചിട്ടാണ് നടത്തം. ഒരു താങ്ങുവടി ആവശ്യമുണ്ട്, ഒരു കൂനും കൂടിയുണ്ട്. അങ്ങനെ നടക്കുന്ന ആ വൃദ്ധൻ തദപി ന മുഞ്ചതി ആശാപിണ്ഡം. ഇത്രയൊക്കെ ആയിട്ടും, തദപി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിട്ടും, ന മുഞ്ചതി ആശാപിണ്ഡം, അയാളുടെ ആശ എന്നുള്ളതായിട്ടുള്ള ഒരു പിണ്ഡത്തെ, ഒരു ഭാണ്ഡത്തെ, ഒരു ഭാരത്തെ, മാറാപ്പിനെ
അയാള് മോചിപ്പിക്കുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല. അപ്പോ അയാൾക്ക് ഇനി ഒന്നും സാധിക്കില്ല, ജീവിച്ചിരുന്നിട്ട് ഒരു പ്രയോജനമൊന്നുമില്ല. ശരീരം മുഴുവൻ ജീർണിച്ചു കഴിഞ്ഞു. ആ ശരീരത്ത് സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് വടിയും കുത്തിപ്പോലും നിൽക്കുന്നത്. പല്ല് വായിൽ ഒന്നുമില്ല, ഇനി ഒന്നും തിന്നാൻ പറ്റില്ല, ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. കണ്ണ് കാണാതെ ആയിട്ടുണ്ട്, ചെവി കേൾക്കാതെ ആയിട്ടുണ്ട്, ഒരു ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കാതെ ആയിട്ടുണ്ട്, ഒരു സുഖവും അനുഭവിക്കാനുള്ള ശേഷിയില്ല. എന്നിട്ടും ഉള്ളിലെ ആശ അയാൾ ഉപേക്ഷിച്ചിട്ടില്ല. അതാണ് അയാളെ ഈ ഓട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ കാശിയിലാവട്ടെ, വടക്കേന്ത്യയില് ഹിമാലയത്തിലൊക്കെ ആവട്ടെ, മഹാത്മാക്കൾക്കൊക്കെ സന്യാസിമാർക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്നിച്ച് ഭണ്ഡാരം എന്ന് പറഞ്ഞിട്ട് ഭിക്ഷ കൊടുക്കും. ഏതെങ്കിലും ധനികന്മാരായിട്ടുള്ള പ്രഭുക്കള് അവരുടെ വകയായിട്ട് ഒന്നിച്ച് സത്രങ്ങളിലോ അല്ലെങ്കിൽ വലിയ ആശ്രമങ്ങളിലോ ഒക്കെ വെച്ചിട്ട് കുറേ പേർക്ക് നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണവും മറ്റ് വസ്ത്രങ്ങളും അല്ലെങ്കിൽ ചെരുപ്പോ കൊടയോ കമ്പിളിപ്പുതപ്പോ അങ്ങനെയൊക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ ദാനം ചെയ്യുന്നതായിട്ടുള്ള സമ്പ്രദായം പ്രാചീനമായിട്ടുണ്ട്. നമ്മുടെ ഋഷികേശിലും ഹരിദ്വാറിലും ഒക്കെ വന്ന ദിവസവും നിങ്ങൾക്ക് കാണാം പല ആശ്രമങ്ങളിലും വെച്ച് നടത്തുന്നതായിട്ടുള്ള ഭണ്ഡാര എന്ന് പറയുന്ന പരിപാടി. എന്നുവെച്ചാൽ ആരെങ്കിലും ധനികന്മാരെ സ്പോൺസർ ചെയ്യുന്നതാണിത്. സന്യാസിമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന പരിപാടിക്കാണ് ഭണ്ഡാര എന്ന് പറയുന്നത്. മറ്റ് സന്യാസിമാരല്ലാത്തവരെ അതിന്റെ കൂട്ടത്തിൽ ഇരുത്തില്ല. ബ്രഹ്മചാരിമാരെ വേണമെങ്കിൽ അവർ അലോ ചെയ്യും. സന്യാസിമാര് അല്ലെങ്കിൽ ബ്രഹ്മചാരിമാര് അവരെ അലോ ചെയ്യും. അപ്പോ ഇങ്ങനെ കൊടുക്കുന്ന പരിപാടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കേൾക്കുമ്പോഴേക്കും ഓടുന്ന ഓട്ടം കാണണം നിങ്ങൾ ആളുകൾ. ഈ പറഞ്ഞ വയസ്സന്മാരായിട്ടുള്ള ആളുകൾ എവിടെയെങ്കിലും ദക്ഷിണ കിട്ടും, എവിടെയെങ്കിലും ഭക്ഷണം കിട്ടും, രുചിയുള്ള ഭക്ഷണം വേറെ സ്പെഷ്യലായിട്ടുണ്ട്, ഇന്ന് അവിടെ ഇന്നതൊക്കെയാണ് സ്പെഷ്യല്. അപ്പൊ ഈ സ്വീറ്റൊക്കെ ധാരാളം ഉണ്ടാക്കും, പലതരം പായസങ്ങള്, ജിലേബി മുതലായിട്ടുള്ളത്, വടക്കേന്ത്യയിലുള്ള സ്പെഷ്യൽ സ്വീറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ സന്യാസിമാർക്ക് ഈ ഭിക്ഷ കൊടുക്കുക, ഈ ഭണ്ഡാരം കൊടുക്കുക. അപ്പോ നിങ്ങൾ ഹരിദ്വാറിലോ ഋഷികേശിലോ ഒക്കെ വന്ന് താമസിക്കുകയാണെങ്കിൽ കാണാൻ പറ്റും 5ഉം 6ഉം അല്ലെങ്കിൽ 10ഉം സന്യാസിമാർ ഒന്നിച്ചു കൂടി ഒരു ഓട്ടോ പിടിച്ചിട്ട് ഒരു സ്ഥലത്ത് പോകും. അന്ന് തന്നെ വേറൊരു സ്ഥലത്തും ഭണ്ഡാരം ഉണ്ടെങ്കിൽ അതേ ഓട്ടോയിൽ തന്നെ വീണ്ടും അവർ ഒന്നിച്ചു പോകും. ഇങ്ങനെ ഷെയറിങ് ഓട്ടോയില് 10 പേരൊക്കെ ഷെയർ ചെയ്യുന്ന ഓട്ടോയില് ഓടി ഓടി നടന്ന് ഈ പറഞ്ഞ എല്ലായിടത്തും ഒരു 4-5 സ്ഥലങ്ങളിൽ വരെ പോയിട്ട് ഭിക്ഷ കഴിക്കുകയോ അവിടുന്ന് ദക്ഷിണ കിട്ടുന്നുള്ളതാണ് മുഖ്യം. ഭക്ഷണത്തിനേക്കാൾ മുഖ്യം ഈ ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭക്ഷണം ചിലപ്പോ നല്ലത് മാത്രമേ അവർ കഴിക്കുള്ളൂ, മറ്റത് വേണ്ടാന്ന് പറയും അവര്. റെഗുലറായിട്ട് കിട്ടുന്ന ചപ്പാത്തിയോ ചോറോ ഒക്കെ ആണെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ടുള്ള സ്വീറ്റോ അതുപോലെയുള്ളതൊക്കെ ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറയും, അത് കഴിക്കും. ദക്ഷിണ മുടങ്ങാതെ മേടിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ തൃപ്തിയായി അവർ അടുത്ത വണ്ടിക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നോക്കുക. അങ്ങനെ ഒരു ദിവസം 3ഉം 4ഉം 5ഉം സ്ഥലങ്ങളിൽ പോയി സമ്പാദിച്ചു കൂട്ടുക. ഇങ്ങനെ ഈ സന്യാസിമാരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ട് നോക്കിയാൽ ലക്ഷങ്ങൾ ഉണ്ടാവും. അവർ മരിച്ചു പോകുമ്പോൾ ആരും ഉണ്ടാവില്ല അവകാശികൾ പറയാൻ, അല്ലെങ്കിൽ ഭാണ്ഡത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു 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 ജീവിതം. അപ്പൊ എന്താണ് അവർക്ക് ആ ഒരു എന്തിനു വേണ്ടിയിട്ടാണ് സന്യസിച്ചത് എന്നുള്ളത് അറിയില്ല, ആ ചിന്തയൊന്നുമില്ല. ഇതിനു വേണ്ടിയിട്ട് ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, അതിപ്പോ ഇവിടെ സന്യാസി മാത്രം എടുക്കുന്നുള്ളതില്ല, സമൂഹത്തിലെ എല്ലാവരുടെ കാര്യവും തന്നെയാണ് ഇത് പറയുന്നത്. ഇവിടെ സന്യാസിയെ പ്രത്യേകമായിട്ടല്ല. അംഗം ഗളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം. ശരീരം ജീർണിച്ചു, തല നരച്ചു, പല്ലൊന്നുമില്ല വായില്, അങ്ങനെയുള്ള ഒരു വൃദ്ധൻ അതാ പോണു. പക്ഷെ അയാൾക്ക് ആശാപാശങ്ങള്, ആശാഭാരം അയാൾ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാലോ. ആരെ കണ്ടാലും ഒന്ന് നല്ലോണം നോക്കും, എന്ത് കണ്ടാലും വായം പൊളിച്ച് നോക്കി നിൽക്കും. ആരോടും ചെന്നിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽസ് അറിയണം അയാൾക്ക്. എന്ത് കണ്ടാലും എനിക്കും വേണമെന്ന് പറയുക. അങ്ങനെ എല്ലായിടത്തും പോയി ഇൻവോൾവ് ആവുക, തലയിടുക, എല്ലാറ്റിലും ആസക്തി വെടിഞ്ഞിട്ടില്ല എന്നർത്ഥം. അപ്പൊ അത് നമുക്കിന്ന് സമൂഹത്തിൽ കാണാം, എത്ര പ്രായമായിട്ടും ആശ ഒഴിവാവാത്തത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഇവിടെ ഒരു പരിഹാസ ശബ്ദത്തിൽ പറയുകയാണ്. അംഗം ഗളിതം ഫലിതം മുണ്ടം ദശലവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപിന മുഞ്ചത്യാശാപിണ്ഡം. ഇപ്പൊ വൃദ്ധനാവുക എന്ന് പറയുമ്പോൾ ആശാപാശങ്ങളെയാണ് ആദ്യം വെടിയേണ്ടത്. പല്ലും ഇതൊക്കെ പോകുന്നതിന് മുമ്പേ തന്നെ തിന്ന് മതിയാവണം, അതിന്റെ ആശ മതിയാക്കണം എന്നർത്ഥം. അപ്പൊ അതിനെന്ത് വേണം? ചെറുപ്പത്തിൽ തന്നെ അതിനുള്ള
ലക്ഷ്യബോധം വേണം, ഡിസിപ്ലിൻ വേണം. അപ്പോൾ സ്വഭാവത്തെ ചെറുപ്പത്തിൽ തന്നെ ശുദ്ധീകരിച്ച് വികാരങ്ങളെ നിയന്ത്രിച്ച് പക്വമായിട്ട് യമനിയമാദികളൊക്കെ അഭ്യസിച്ച് ജീവിച്ചിട്ടുള്ള ഒരാൾക്ക് പ്രായമാകുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത സ്വസ്ഥതയും ശാന്തിയും ഉണ്ടാകും. അയാളുടെ ഉള്ളിൽ ആശാപാശങ്ങൾ ഇങ്ങനെ അയാളെ വലിച്ചഴിക്കില്ല. എവിടെ എന്ത് കണ്ടാലും എവിടെ എന്തുണ്ടെങ്കിലും അവിടേക്ക് ഓടാനുള്ളതായിട്ടുള്ള ഒരു പ്രവണത ഉണ്ടാവില്ല. ഇരുന്നിടത്ത് ഇരുന്ന് ശാന്തനായിട്ട് ഈശ്വര ധ്യാനം ചെയ്ത് അല്ലെങ്കിൽ അന്തർമുഖരായി ആത്മസ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് നിഷ്ഠരായിട്ട് ഇരിക്കും. അവർക്ക് ആവശ്യമുള്ളത് പ്രകൃതി ഈശ്വരൻ അവരുടെ അടുത്തേക്ക് എത്തിക്കും. ആ ധൈര്യം ആ മഹാത്മാക്കൾക്ക് ഉണ്ടാവും. യഥാർത്ഥ അറിവുള്ള ആളുകൾക്ക്, ജ്ഞാനികൾക്കറിയാം, ഞാൻ എവിടെയും പോകേണ്ട ആവശ്യമില്ല, എൻ്റെ പ്രാരബ്ധം എൻ്റെ അടുത്തേക്ക് വരും, എനിക്ക് അർഹതയുള്ളത് എൻ്റെ അടുത്തേക്ക് വരും. അവർ തെരഞ്ഞു പോകാറില്ല, അവരുടെ അടുത്തേക്ക് തെരഞ്ഞു വരും വേണ്ടതൊക്കെ. യദൃച്ഛാലാഭ സന്തുഷ്ടി എന്ന് പറയും. അതിന് തപോവനസ്വാമികളുടെ ജീവചരിത്രം, ഈശ്വര ദർശനം എന്ന ജീവചരിത്രമുണ്ട്. നിങ്ങൾക്ക് ചിന്മയ മിഷൻ ഓഫീസുകളിൽ കിട്ടും. ഒന്ന് വാങ്ങിച്ച് വായിക്കേണ്ടതാണ്. ഒരു യഥാർത്ഥ എന്താ പറയുക, ഒരു തപസ്വിയുടെ, സന്യാസിയുടെ, യദൃച്ഛാലാഭ സന്തുഷ്ടനായി ജീവിക്കുന്ന ഒരു മഹാത്മാവിൻ്റെ. അദ്ദേഹം എവിടെയും പോയിട്ട് ഇങ്ങനെ കൈനീട്ടാനോ ഭിക്ഷയ്ക്കോ ഒന്നും പോകുന്ന ആളായിരുന്നില്ല. ഉത്തരകാശിയിൽ തന്നെ അല്ലെങ്കിൽ ഋഷികേശിലും അല്ലെങ്കിൽ പല ഭാഗത്തും ഹിമാലയം മുഴുവൻ സഞ്ചരിച്ചിരുന്ന ഹിമവത് വിഭൂതിയായിരുന്നു. അദ്ദേഹത്തെ തെരഞ്ഞു വരും അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം. ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ കൊള്ളയടിക്കാൻ വന്ന കള്ളന്മാർ പോലും അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ കൊള്ളയടിക്കാൻ. അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വന്നവരാണ്. പക്ഷെ അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർക്ക് കൊടുക്കാനാ തോന്നിയത്. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. വിശന്ന് അലഞ്ഞു തിരികെയായിരുന്നു. ഭക്ഷണം കൊടുത്ത് അദ്ദേഹത്തെ രക്ഷിച്ചവരാണ്. അപ്പൊ ഇങ്ങനെ പ്രകൃതി, ഈശ്വരൻ അവനവന് വേണ്ടത് സമയത്ത് എത്തിക്കും. നമ്മുടെ പ്രാരബ്ധം നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കും. അത് ഉറപ്പുള്ളവരാണ് ജ്ഞാനികൾ. അല്ലാത്തവർക്കാണ് ഈ വെപ്രാളം മുഴുവൻ എന്ന് പറയാം. അപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് അതിനുള്ള പരിശീലനം നേടി പക്വതയാർജിക്കണം. അതാണ് വാർദ്ധക്യത്തിൽ ശാന്തിക്ക് ഉള്ള വഴി. അതില്ലാത്തവരാണ് ജീവിതത്തിൽ യാതൊരു ഡിസിപ്ലിനും ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഓടി നടന്ന് ആശാപാശങ്ങളെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് വയസ്സുകാലത്ത് ആ ഭാണ്ഡവും ചുമന്നുകൊണ്ടാണ് ഓടുന്നത് എന്നർത്ഥം. അടുത്ത ശ്ലോകം കൂടി പെട്ടെന്ന് നോക്കാം. അഗ്രേ വന്നി പൃഷ്ഠേ ബാനുഃ രാത്രൗ ചുബുക സമർപ്പിത ജാനുഃ കരതലഭിക്ഷസ്തരുതലവാസഃ തദപി ന മുഞ്ചത്യാശാപാശഃ. അഗ്രേ വന്നി പൃഷ്ഠേ ബാനുഃ രാത്രൗ ചുബുക സമർപ്പിത ജാനുഃ കരതലഭിക്ഷസ്തരുതലവാസഃ തദപി ന മുഞ്ചത്യാശാപാശഃ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. കഴിഞ്ഞ ശ്ലോകം ഹസ്താമലക ആചാര്യനാണ് കഴിഞ്ഞ ശ്ലോകം രചിച്ചതെങ്കിൽ ഈ ശ്ലോകം സുരേശ്വരാചാര്യർ എന്ന് പറയുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആചാര്യനാണ് ഇത് രചിച്ചിരിക്കണമെന്ന് പറയുന്നു. അപ്പൊ എന്താ അവിടെ പറയണം? ഇതും ആശാപാശത്തെ മോചിക്കാത്ത അവസ്ഥയെ തന്നെയാണ്. സന്യാസിയാണ് അല്ലെങ്കിൽ ഭിക്ഷുവായിട്ട് സഞ്ചരിക്കുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ ആശാപാശങ്ങളെ അദ്ദേഹം വെടിഞ്ഞിട്ടില്ല എന്ന് പറയണം. ഇവിടെ പറയണു അഗ്രേ വന്യഹി പൃഷ്ഠേ ബാനുഹു രാത്രൗ ചുബുക സമർപ്പിത ജാനുഹു. അപ്പൊ ഇവിടെ എപ്പോഴും മുമ്പിൽ തീയ് പിന്നിൽ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ തപസ് ചെയ്യുന്നത് അഗ്നിയുടെ നടുവില് മുകളില് സൂര്യനെ നോക്കിക്കൊണ്ട്. പഞ്ചാഗ്നി മധ്യത്തില് തപസ് ചെയ്യുന്ന ആളുകൾ ഉണ്ട്. പഞ്ചാഗ്നി എന്ന് പറഞ്ഞാൽ 4 ഭാഗത്തും അഗ്നിയും മുകളില് സൂര്യനാകുന്ന അഗ്നിയും, അതിന്റെ നടുവില് തപസ് ചെയ്യുന്നു. അതാണ് അഗ്രേ വന്നി, മുമ്പിൽ തീയ്, പുറകിൽ സൂര്യൻ. അങ്ങനെ ചില ആളുകള്. അല്ലെങ്കിൽ അഗ്രേ വന്യഹി എന്ന് പറഞ്ഞാല് തണുപ്പ് കാലത്ത് തീയിന്റെ അടുത്തിരുന്ന് തീ കായുന്നു, പകല് സൂര്യന്റെ ചൂട് കായുന്നു, സൂര്യന്റെ ചൂടും ഏൽക്കുന്നു. ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്. രാത്രൗ ചുബുക സമർപ്പിത ജാനുഹു, രാത്രിയിലാവട്ടെ
വസ്ത്രമോ പുതപ്പോ ഒന്നും ഉണ്ടാവില്ല കാര്യമായിട്ട്. അതുകൊണ്ട് ചുബുകം എന്ന് പറഞ്ഞാൽ താടി, ആ താടിയും ജാനും എന്ന് പറഞ്ഞാൽ കാൽമുട്ട്. അപ്പൊ കാൽമുട്ടിനെ ചുബുകത്തിലേക്ക് ചേർത്ത് വെച്ച് എന്ന് പറഞ്ഞാൽ കൂനി കൂടി കിടക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. രാത്രവും ചുബുക സമർപ്പിത ജാനുഹു, ഉടുക്കാനും പുതയ്ക്കാനും ഒന്നും ഇല്ലാത്തത് കൊണ്ട്, തണുത്ത് വിറച്ചുകൊണ്ട് ഹിമാലയത്തിലൊക്കെ പല ഭാഗത്തും കാണാം നമുക്ക്. ചുബുകത്തിൽ ജാനുവിനെ സമർപ്പിച്ച്, ജാനു എന്ന് പറഞ്ഞാൽ കാൽമുട്ട് ചുബുകത്തിൽ താടിയിൽ ചേർത്ത് വെച്ച് എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തത്തിൽ ഒരു ഉരുളയാക്കിയിട്ട് അല്ല പൂച്ചക്കുട്ടികളോ പട്ടിക്കുട്ടികളോ കിടക്കുന്നത് പോലെ ചുബുക സമർപ്പിത ജാനുഹു, അങ്ങനെയും ജീവിക്കുന്നുണ്ട് ചിലര്. അപ്പൊ വൈരാഗിയാണെന്ന് തോന്നും. വസ്ത്രമേ ഉപേക്ഷിച്ച് നഗ്നനായി നടക്കുന്ന അവധൂതനാണ്, വൈരാഗിയാണ് എന്നൊക്കെ തോന്നും ചിലരെ കണ്ടു കഴിഞ്ഞാൽ. ജീവിക്കുന്നതോ കരതല ഭിക്ഷ, കരതല ഭിക്ഷ, പാത്രവും കൊണ്ട് നടക്കുന്നില്ല, കയ്യിൽ ഭിക്ഷ വാങ്ങിച്ച് അപ്പപ്പോ കഴിക്കുന്നു. അപ്പൊ സ്റ്റോക്കി ഒന്നും ഇല്ല, നാളേക്ക് എന്ന് പറഞ്ഞിട്ടൊന്നും, വൈകുന്നേരത്തേക്ക് എന്നൊന്നും പറഞ്ഞ സ്റ്റോക്കിങ്ങും ഇല്ല, പാത്രങ്ങളും ഇല്ല, കമണ്ടലവും ഇല്ല, ഒന്നുമില്ല. കയ്യിൽ ഭിക്ഷ വാങ്ങിക്കുന്നു, അപ്പപ്പോ കഴിക്കുന്നു. കരതല ഭിക്ഷ. തരുതല വാസഹ, താമസമോ അതിന് പ്രത്യേക ആശ്രമങ്ങളോ ഒന്നുമില്ല. തരുതലം എന്ന് പറഞ്ഞാൽ വൃക്ഷത്തിന്റെ ഛായയില്, വൃക്ഷത്തിന്റെ മൂലത്തില്, ഏതെങ്കിലും മരത്തിന്റെ അടിയിൽ കിടന്ന് ഉറങ്ങും. അത് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും. തരുതല വാസഹ, ഏതെങ്കിലും ആൽത്തറയിലോ മരത്തടിയിലോ തടിയുടെ താഴത്തോ മൂലത്തിലോ ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ താമസിക്കാൻ ഒരു സ്ഥലവും ഇല്ല, അഡ്രസ് ഇല്ലാത്ത ആളാണ്. എന്നാലും തദപി, അങ്ങനെയൊക്കെ ആണെങ്കിലും ന മുഞ്ചതി, ഉപേക്ഷിക്കുന്നില്ല. എന്തിനെ? ആശാപാശ, ആശയാകുന്ന പാശത്തെ, കയറിനെ ഉപേക്ഷിക്കുന്നില്ല എന്നൊക്കെ. അപ്പൊ ഉള്ളില് ആശാപാശങ്ങൾ പൂർണ്ണമായിട്ടും പോയിട്ടില്ല. പുറത്ത് വൈരാഗിയാണെന്നുള്ളതായിട്ടുള്ള പ്രകടനമൊക്കെ ഉണ്ട്, പക്ഷെ ഉള്ളിന്റെ ഉള്ളില് പല ആശാപാശകളും ഇപ്പോഴും ശേഷിച്ചിരിക്കുന്നു. നമ്മുടെ പുരാണങ്ങളിലും ഇതുപോലെയുള്ള ഇഷ്ടംപോലെ കഥകളുണ്ട്. ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ ചെന്ന് കഠിന തപസ് അനുഷ്ഠിച്ച് അവസാനം വല്ല മേനക, രംഭ, തിലോത്തമ പോലെയുള്ളവർ വന്നു കഴിഞ്ഞാൽ തപസ്സിളകി പോകുന്നതായിട്ടുള്ള വിശ്വാമിത്രാദികളുടെ കഥകൾ പോലും ഉണ്ട്. അതുപോലെ സൗബരി എന്ന് പറഞ്ഞ ഒരു മഹർഷി എല്ലാം ഉപേക്ഷിച്ച് യമുനാ നദിയില് വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് തപസ് വളരെയധികം കാലം അനുഷ്ഠിച്ച് അയാളുടെ ശരീരം മുഴുവൻ മത്സ്യത്തെ പോലെ ചെതുമ്പലുകളായി, ജലജീവിയെ പോലെയായി. അങ്ങനെ ഇരുന്ന അദ്ദേഹം, തപസ്യായിരുന്ന അദ്ദേഹത്തിന് മത്സ്യങ്ങള് മൈഥുനം ചെയ്യുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിളകി, എനിക്കും ഇതുപോലെ ആവണം. അങ്ങനെ ദാമ്പത്യത്തിൽ ഇച്ഛയുണ്ടായി. അദ്ദേഹം ചെന്ന് മാന്താതാവ് എന്ന് പറഞ്ഞ സൂര്യവംശ രാജാവായിരുന്നു അപ്പൊ ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന് 50 കന്യകമാരായിരുന്നു. അദ്ദേഹം ചെന്ന് രാജാവിനോട് ചെന്ന് ചോദിച്ചു, എനിക്കൊരു മകളെ തരുമോ, കല്യാണം കഴിച്ചു തരുമോ എന്ന്. അപ്പൊ അദ്ദേഹം മഹാനാണ്, രാജാവ്. ഈ തപസ്യയോട് ഇല്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് ആവില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരമാകെ മത്സ്യത്തെ പോലെ ചെതുമ്പലുകളായിരുന്നു. അപ്പോ അദ്ദേഹം തന്നെ സ്വയം ഇദ്ദേഹത്തോട് പറഞ്ഞു, രാജാവ് പറഞ്ഞു, എന്റെ 50 മക്കൾ അന്തഃപുരത്തിലുണ്ട്, അങ്ങയുടെ കൂടെ ആരെങ്കിലും വരികയാണെങ്കിൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ആർക്കെങ്കിലും അങ്ങേ ഇഷ്ടമായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല, അങ്ങേക്ക് ചെല്ലാം അന്തഃപുരത്തേക്ക് എന്ന് പറഞ്ഞു. അദ്ദേഹം അന്തഃപുരത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം ഇത്രയും കാലം ചെയ്ത തപസ്സിന്റെ മുഴുവൻ ഫലം സിദ്ധിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ ഒരു യുവ കോമളനായിട്ട് സുന്ദരനായി കാമദേവനെ പോലെ ഒരു ശരീരമെടുത്ത് അകത്തേക്ക് ചെന്നു. എന്നിട്ട് അവിടെ ചെന്ന് 50 പേരോടും ചെന്ന് പറഞ്ഞു, അതേ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും എന്നെ ഭർത്താവായി വരികയാണെങ്കിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. നല്ല സ്നേഹത്തിലുണ്ടായിരുന്ന 50 കന്യകമാരും തമ്മിൽ തർക്കമായി, ഞാനാണ് അർഹ, എനിക്കുള്ളതാണ് അദ്ദേഹം എന്ന് പറഞ്ഞ 50 പേരും തമ്മിൽ കടിപിടിയായി എന്ന് പറയാം. അവസാനം അദ്ദേഹം തന്നെ ഒരു കോംപ്രമൈസ് പറഞ്ഞു, അതേ 50 പേര് എൻ്റെ കൂടെ പോന്നോളൂ എന്ന്. അവസാനം രാജാവിൻ്റെ അടുത്ത് വന്നു, രാജാവേ 50 പേര് എൻ്റെ കൂടെ വരണം, അങ്ങ് പറഞ്ഞ വാക്ക് പാലിക്കണം എന്ന് പറഞ്ഞു. രാജാവിന് ഒരു നിവൃത്തിയില്ല, അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞില്ല. സത്യസന്ധന്മാരാണ് സൂര്യവംശ രാജാക്കന്മാര്, കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ 50 കന്യകമാരെയും കൊണ്ട് ഈ സൗബരി മഹർഷി പോയി കുറേ കാലം ജീവിച്ച് ഓരോന്നിലും 100 മക്കള്, അങ്ങനെ 5000 മക്കള് അദ്ദേഹത്തിന് ഉണ്ടാവുന്നു. പിന്നീടാണ് അദ്ദേഹം ചിന്തിക്കുന്നത്, അല്ല, എല്ലാം ഉപേക്ഷിച്ച് വെള്ളത്തിന്റെ അടിയിൽ വന്ന് വൈരാഗിയായിട്ട് തപസ് ചെയ്ത് ഞാനിപ്പോ എവിടെ എത്തിയാ നിൽക്കുന്നത് എന്ന്. 5000 മക്കളും 50 ഭാര്യമാരുമായിട്ടുള്ള വലിയൊരു സംസാരിയായിട്ടുള്ള ജീവിതം. ഉടനെ അദ്ദേഹത്തിന് വിവേകം വന്നു.
എല്ലാവരെയും ഉപേക്ഷിച്ച് പോകാൻ നിന്നു. ഭാര്യമാരോട് പറഞ്ഞപ്പോൾ ഭാര്യമാർ പറഞ്ഞു, ഞങ്ങളും ഉണ്ട് കൂടെ എന്ന്, ഞങ്ങളും അങ്ങ് ജീവിക്കുന്ന പോലെ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 50 ഭാര്യമാരെയും കൂട്ടിയിട്ട് പോണ്ടി വന്നു പിന്നെയും ആ ഒരു സന്യാസ ജീവിതം. അപ്പൊ ഇതാണ് മനസ്സിൽ നിന്ന് ആശാപാശങ്ങൾ പോയിട്ടില്ലെങ്കിലുള്ള അവസ്ഥ. അപ്പൊ ഉള്ളിലാണ്, മനസ്സിലാണ് പോകേണ്ടത്. മനസ്സിൽ നിന്ന് ആശാപാശങ്ങൾ പോകണമെങ്കിൽ അതിന് ആത്മജ്ഞാനം തന്നെ വേണം. അല്ലെങ്കിൽ ആ ഒരു രസം, ഒരു ലിങ്കറിങ് ഉള്ളിൽ കിടക്കും. അതാണ് ഭഗവാൻ ഗീതയിലും അത് പറഞ്ഞിട്ടുണ്ട്. വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. നിരാഹാരസ്യ ദേഹിനഃ വിഷയാഹ വിനിവർത്തന്തേ. ഇപ്പോ ഒന്നും എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് ഗുഹയിലോ വനത്തിലോ എവിടെയെങ്കിലും ഏകാന്തതയിൽ ഇരിക്കുന്ന ഒരാൾക്ക് വിഷയവിരക്തി വന്നു എന്ന് തോന്നും, വിഷയങ്ങൾ വിനിവർത്തിച്ചു എന്ന് തോന്നും. ഇപ്പൊ പനിയൊക്കെ വരുമ്പോൾ ഭക്ഷണം വേണ്ടാത്തതുപോലെ ഉള്ളൂ. അത് കുറച്ചു കാലം നമ്മൾ TV സീരിയലുകൾ കാണാതിരുന്നാൽ കാണണ്ടെന്ന് തോന്നുന്ന പോലെ, പക്ഷെ പിന്നീടും അതിൻ്റെ മുമ്പിലേക്ക് വന്നുപെട്ടാലോ പഴയതിനേക്കാൾ തീവ്രമായിട്ട് നമ്മൾ ആ ആസക്തി പ്രകടിപ്പിക്കുന്നത് കാണാം. അതാണ് രസവർജം എന്നാണ്. രസം വർജിച്ചുകൊണ്ടാണ് ഈ വിഷയങ്ങൾ വിനിവർത്തിച്ചിരിക്കുന്നത്. രസം എന്നാൽ അതിൻ്റെ ടേസ്റ്റ് ഉള്ളിൽ കിടപ്പുണ്ട്, ആ വാസന ഉള്ളിൽ കിടപ്പുണ്ട്. രസോപി അസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. അവന്റെ ഉള്ളിൽ നിന്ന് ആ രസം പോകുന്നത്, ആ താല്പര്യം പോകുന്നത്, പൂർണ്ണ വിരക്തി വരുന്നത് പരം ദൃഷ്ട്വാ, ആ പരമമായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ആത്മതത്വത്തെ സാക്ഷാത്കരിക്കുമ്പോഴേ ഉള്ളിലുള്ള വാസനകൾ പൂർണ്ണമായിട്ട് നീങ്ങുകയുള്ളൂ, ഭ്രമം മാറുകയുള്ളൂ. അപ്പൊ ഇവിടെ വലിയ വൈരാഗിയാണ്, അവധൂതനാണെന്നൊക്കെ ചിലരെ കണ്ടാൽ തോന്നും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വാസനയൊന്നും പോയിട്ടില്ല എന്ന് സൂക്ഷ്മദർശികളായിട്ടുള്ള ശങ്കര ശിഷ്യന്മാര് പരസ്പരം പറയുകയാണത്. അഗ്രേ വന്നി പൃഷ്ഠേ ബാനു രാത്രൗ ചുബുക സമർപ്പിത ജാനു കരതല ഭിക്ഷസ്തരുതലവാസഃ തദപി നമുഞ്ചത്യാശാപാശഃ ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. നാളെ തുടരാം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനാശംസകൾ. നാളെ 8:30 മണിക്ക് കാലഭൈരവാഷ്ടവും തുടരും.